നമ്മൾ ഒന്നാമത്തെ ദിവസം ഉണർവിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ഫലം എന്ന് നാം ചിന്തിച്ചു. हमने जागृति के फलों के बारे में पहली रात को देखा था. വ്യക്തിപരമായ ഉണർവ് എങ്ങനെയാണ് എന്ന് നാം ചിന്തിച്ചു. उसके बाद हमने देखा व्यक्तिगत रूप से एक जागृति कैसे आती है. കുടുംബത്തിൻ്റെ ഉണർവിനെ കുറിച്ച് ഇന്നലെ നാം ചിന്തിച്ചു. कल हमने देखा पारिवारिक जागृति कैसे आती है. ഇന്ന് ദൈവസഭയുടെ ഉണർവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. आज हम कलीसिया की जागृति के विषय में अध्ययन करेंगे. റിവൈവൽ ഓഫ് ദ ചർച്ച്. कलीसिया में जागृति. യേശു കർത്താവ് ലവോദിക്കയിലെ സഭയ്ക്ക് എഴുതിയ ദൂതിൽ നിന്ന് ചിന്തിക്കുവാൻ താല്പര്യം. लौदीकिया की कलीसिया को लिखे हुए उस दूत को देखिए. 7 സഭകൾക്കുള്ള ദൂതാണല്ലോ നാം അവിടെ കാണുന്നത്. 7 कलीसियाओं को लिखा गया संदेश था ये. ആ സന്ദേശത്തിൽ ഓരോ സഭ ഓരോ കാലഘട്ടത്തെ കാണിക്കുന്നു എന്ന് ചിന്തകന്മാർ പറയുന്നു. और विद्वानों का मत है कि एक एक कलीसिया में एक एक युगों के लिए था शायद. ലവോദിക്ക സഭ ഈ കാലഘട്ടം അന്ത്യകാലത്തെ ദൈവസഭയുടെ ഒരു ചിത്രീകരണമാണെന്നാണ് അനേകരും ചിന്തിക്കുന്നത്. और कई विद्वान ये सोचते हैं कि लौदीकिया की कलीसिया इस समय के लिए बिल्कुल पर्याप्त. The Laodicean church represents the end time church. लौदीकी की कलीसिया अंतिम समय को दर्शाने वाली कलीसिया. അതുകൊണ്ട് നമുക്ക് വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ളൊരു സന്ദേശമാണ്. और इसलिए हमें बड़ा एक प्रासंगिक संदेश हमें मिल रहा है. ആ ദൈവസഭയുടെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ ഏകദേശം അത് വളരെ അർത്ഥവത്താണ്, നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാണാൻ കഴിയും. और इसको हम जब समझ लेते हैं तो हम जानते हैं कि बिल्कुल अर्थपूर्ण है. हम अपने जीवन में इसको निहार सकते हैं. ആ സഭയുടെ ദൂതന് എഴുതുന്നത് നമുക്ക് നോക്കാം. उस कलीसिया के दूत ने क्या लिखा जरा देखिए. ഇത് ആര് എഴുതുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ये कौन लिख रहा है वो भी दिखा है. ഇങ്ങനെയാണ് കർത്താവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. यहाँ पर प्रभु को इस प्रकार दर्शाया गया है. ഈസ് നോൺ ആസ് ദ ലോർഡ് ഓഫ് ദി ചർച്ച്. ബട്ട് ഓരോ സഭയ്ക്ക് എഴുതുമ്പോൾ ഓരോ വിധത്തിലാണ് തന്നെ വർണ്ണിക്കുന്നത്. वो कलीसिया का प्रभु है और लेकिन हर एक कलीसिया के लिए अलग अलग संदेश भी दिया गया है. ഈ സഭയ്ക്ക് എഴുതുമ്പോൾ പ്രധാനമായി പറയുന്നത് ആമേൻ എന്നുള്ളവൻ എന്നാണ്. और ऐसा लिखा है जो आमीन है. 14ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം കാണാം. 14वें आयत के अंतिम भाग में हम पढ़ सकते हैं. നാം സാധാരണ വേദപുസ്തകത്തിൽ കാണുന്നതാണ് വെരളി വെരളി ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. और बार बार हम परमेश्वर के वचन में पढ़ते हैं मैं तुमसे आमीन आमीन कहता हूँ. എബ്രായ ഭാഷയിലും യവന ഭാഷയിലും അതിൻ്റെ അർത്ഥം സത്യം എന്നുള്ളതാണ് എന്ന്. इब्रानी और यूनानी भाषा में इसका मतलब यही है, ये सत्य है. അപ്പോൾ സത്യത്തിൻ്റെ സന്ദേശമാണ് കേൾക്കുന്നത്. मतलब यह है कि आप सत्य का संदेश आप सुन रहे हैं. ഇൻ അതർ വേർഡ്സ് ട്രൂത്ത് ഈസ് സ്പീക്കിംഗ്. या दूसरे शब्दों में सत्य आपसे बोल रहा है. ദൈവസഭയ്ക്ക് ആവശ്യമായ ദൂത് അതാണല്ലോ. परमेश्वर की कलीसिया को आज इसी की जरूरत है. ചേഞ്ച് വരണമെങ്കിൽ സത്യം കേൾക്കണം. रूपांतरण चाहिए तो सच्चाई को सुनना पड़ेगा. സത്യം നാം അറിയുകയും സത്യം നമ്മെ സ്വതന്ത്രരാക്കും. तुम सत्य को जानोगे और सत्य तुम्हें स्वतंत्र करेगा. ഏത് കാലത്തും ഈ ദൈവസഭ വളരെ വെടിപ്പുള്ളതായിരിക്കണമെങ്കിൽ ദൈവസഭയ്ക്ക് സത്യത്തിൻ്റെ ദൂത് കിട്ടണം. कलीसिया अगर निर्दोष और निष्कलंक बने रहना चाहिए तो उसको सत्य का संदेश सुनना അതേ पड़ेगा. വാക്യത്തിൽ വിശ്വസ്തനെന്നും കർത്താവിനെ കുറിച്ച് വിശേഷിപ്പിച്ചിട്ടുണ്ട്. प्रभु के बारे में उसी आयत में विश्वस्त शब्द भी उपयोग किया गया. അത് മാത്രമല്ല സൃഷ്ടിയുടെ ആരംഭമെന്നും പറഞ്ഞിട്ടുണ്ട്. और ये भी लिखा है कि सृष्टि का आदि कारण भी वही है. സോ വൺ ഹു ഈസ് ട്രൂത്ത് ഈസ് സ്പീക്കിംഗ്. आज जो सच्चा है वही बोल रहा One है. who is faithful is speaking. जो विश्वस्त है वो बोल रहा है. And one who is in control or who has he started everything, who controls everything is speaking. जो उस आरंभ जिसने किया था, जो आज भी नियंत्रण करता है वही बोल रहा है. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ദൂത് അതിൻ്റെ ഉള്ളിലുണ്ട്. इसके अंदर में हमारे लिए आवश्यक संदेश दिया गया है. എല്ലാ സഭകളെക്കുറിച്ചും പറയുമ്പോൾ അവരുടെ ചില നല്ല വശങ്ങളെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ടാണ് അവരുടെ ജീവിതത്തിൽ തിരുത്തേണ്ട കാര്യം പറയുന്നത്. इन कलीसियाओं के लेख में ध्यान देने की बात यह है, पहले उनके सकारात्मक बातों को कहा गया, उसके बाद सुधरने वाली ഈ बातों. സഭയ്ക്ക് എഴുതുമ്പോൾ ഒരു കമൻഡേഷനും ഇല്ല. यहाँ पर कोई भी बड़ाई के शब्द नहीं दिए गए. മറ്റെല്ലാ സഭകളെക്കുറിച്ചും പറയുമ്പോൾ എന്തെങ്കിലും ഒരു നന്മ പറയും. कहीं ना कहीं बाकी कलीसियाओं में प्रशंसा के लिए कुछ ना कुछ अवश्य कहा ഈ गया. സഭയെക്കുറിച്ച് പറയുമ്പോൾ ഒരു നന്മയും പറയുന്നില്ല. यहाँ पर कोई भी प्रशंसात्मक शब्द नहीं है. ഒരു പക്ഷേ ഈ സഭ ഒരുപാട് തങ്ങളിൽ തന്നെ പ്രശംസിക്കുന്നവരാണ്. हो सकता है ये अपने आप में ही बड़े
प्रशंसा करने वाले थे। 17-ാമത്തെ വാക്യത്തിൽ ഞങ്ങൾ ധനവാൻ ഞങ്ങൾക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്നു. ये ऐसा कहते हैं कि ये धनी है, समृद्ध है, किसी वस्तु का अभाव नहीं है। തങ്ങളെ തന്നെ ഉയർത്തുന്ന സഭയോട് തമ്പുരാൻ എന്താണ് അവർ കമന്റ് ചെയ്ത് പറയേണ്ടത്? अपने आप को ऊंचा उठाने वाली कलीसिया के लिए प्रभु क्या कहे? അപ്പോൾ ഈ സഭയോട് അവരുടെ ജീവിതത്തിൽ വേണ്ടിയ തിരുത്തേണ്ട ഭാഗമാണ് സംസാരിക്കുന്നത്. और इस कलीसिया को सुधारने के लिए कुछ बातें प्रभु ने ഈ कही। സഭയ്ക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പോരായ്മ इस कलीसिया की सबसे बड़ी कमी जो है, 18-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു. उसके 18वीं आयत में हम ऐसा पढ़ते हैं। 17-ന്റെ അവസാനമാണ്, നീ ദരിദ്രനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനെന്ന് അറിയാതിരിക്കയാൽ. तुम अभागे, दयनीय, दरिद्र, अंधे और नग्न हो, लेकिन तुम्हें इसकी जानकारी तक नहीं। അപ്പോൾ അവർക്കൊരു സ്പിരിച്വൽ അവയർനെസ് ഇല്ലാത്തൊരു സഭയാണ്. मतलब यह है कि आत्मिक रूप से जानकार नहीं है। ആരാണ് ഇത് എഴുതുന്നതെന്ന് നോക്കിക്കാട്ടെ. ये कौन ये लिख रहा है? देखिए 15-ാമത്തെ വാക്യത്തിൽ, उसके 15वें, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. मैं तुम्हारे कार्यों से परिचित। അറിയുന്നവൻ അറിവില്ലാത്തവർക്ക് വേണ്ടി എഴുതുന്നതാണ്. जो जानता है वो जानकार नहीं है, उनके लिए लिख रहा है। One who knows is speaking to people who is not aware of their spirituality. वो लिख रहा है जो अपने आत्मिक जीवन के बारे में अज्ञान है। ആ ജീവിതത്തിൽ ഏറ്റവും അധികം വിനയായി വരാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് when you live without spiritual awareness. अब आपके जीवन के अंदर आत्मिक रूप से जानकारी के बिना जीना बड़ा कठिन है। നമ്മുടെ അവസ്ഥയെക്കുറിച്ച് നല്ല അവബോധം ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതത്തിന് വലിയ വ്യത്യാസം ഉണ്ടാകും. अगर हम अपने आत्मिक कमियों के बारे में हम जानकारी रखते हैं, निश्चित रूप से बहुत ही भला होगा। പലപ്പോഴും നമ്മുടെ കുറവുകൾ നമ്മുടെ അവസ്ഥയെക്കുറിച്ച് കാണാതെ വണ്ണം നമ്മുടെ കണ്ണ് തന്നെ അങ്ങ് കുരുടാക്കുന്നു. हमारी आंखें अंधी हो जाती हैं और हम अपने ही बारे में जानकारी नहीं रख पाते। അവരുടെ ജീവിതത്തിലുള്ള ഒരു പക്ഷേ സമ്പന്നത കൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു അനുഭവം വന്നത്. हो सकता है उनकी समृद्धि के कारण उनके जीवन में ऐसा हुआ। വളരെ ധനിക ഒരു സഭയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ऐसा माना जाता है कि बड़े धनी लोग थे। അവർക്ക് ഈ കണ്ണിനുള്ള ലേപം വിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ലൗഡീഷ്യ. और लौदीकिया में आंखों का अंजन बेचा जाने वाला एक जगह था। ധാരാളം ബ്ലാക്ക് വൂൾ, വളരെ വില കൂടിയ വൂൾ വിൽക്കുന്ന സ്ഥലമായിരുന്നു എന്നാണ്. और ऊन का बहुत बड़ा, काले ऊन का बहुत बड़ा व्यापार केंद्र था। So Laodicea was known for its wealth. और ये लौदीकिया जो था अपने धनाढ्य समृद्धि के लिए प्रसिद्ध था। ഞാൻ ആദ്യത്തെ ദിവസം സൂചിപ്പിച്ചതുപോലെ जैसा मैंने पहले दिन आपसे कहा, ധനം നമ്മെ ഒരുപാട് വഞ്ചിക്കുന്ന കാര്യമാണ്. धन हमें धोखा देता है। അത് ദൈവസഭയ്ക്ക് വന്നാലും ദൈവമക്കൾക്ക് വന്നാലും കർത്തൃ ശുശ്രൂഷകന് വന്നാലും എപ്പോഴും ധനം നമ്മെ വഞ്ചിക്കും. प्रभु के सेवक के जीवन में, कलीसिया के जीवन में, व्यक्तिगत जीवन में धन हमेशा ചിലപ്പോൾ അത് धोखा നമ്മെ देता है। മയക്കിക്കളയും. कभी कभी हमें सुला देता है। പലപ്പോഴും ഇപ്പോൾ സംഭവിക്കുന്നത് ഇതാണ്, നമ്മൾ കാണേണ്ടത് കാണാതെ വണ്ണം നമ്മുടെ കണ്ണ് കുരുടാക്കി और കളയും. कई बार तो ऐसा होता है कि जिस बात को देखना है वो नहीं देख पाते, आंखें अंधी हो जाती हैं। കർത്താവ് പറയുന്നു, നിങ്ങൾ സമ്പന്നരാകുന്നു, ഒന്നിനും മുട്ടില്ല എന്ന് പറയുന്നു. यहाँ प्रभु ने कहा तुम समृद्ध हो, तुम्हें किसी बात का अभाव नहीं है। എന്നാൽ നീ അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും 17-ാം വാക്യം. लेकिन 17वें आयत में तुम अभागे, दयनीय, दरिद्र, अंधे और नग्न हो। എന്തോ ഒരു വ്യത്യാസമാണ് കാഴ്ചപ്പാടിലെന്ന് ശ്രദ്ധിച്ചു अब നോക്കുക. ध्यान दीजिए कि उनके देख में, दृष्टिकोण में कितना अंतर ദൈവം है। അവരെ കാണുന്നതും അവരവരെ തന്നെ കാണുന്നു. जैसा प्रभु उनको देखता है और वो कैसे अपने आप को അവരവരുടെ ജീവിതത്തെ നോക്കുമ്പോൾ ഒരു കുറവുമില്ല. अपने जीवन को देखते हैं तो कोई कमी नहीं है। ഒരു സഭയിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നെന്നാ പറയുന്നത്. एक कलीसिया में एक व्यक्ति था। എല്ലാ ആഴ്ചയും പ്രസംഗം കഴിയുമ്പോൾ हर हफ्ते भाषण के प्रचार के बाद പാസ്റ്ററിനെ കാണുമ്പം പറയും, पास्टर को देख करके कहते हैं, പാസ്റ്ററെ കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന്. आपका संदेश बहुत अच्छा था। എല്ലാ പ്രാവശ്യവും പറയും. हमेशा कहते थे। അവർക്ക് ഈ ദൂത് കിട്ടേണ്ടതായിരുന്നു. उसको तो ये संदेश सुनना ही था। ഒരു ദിവസം അധികം പേരൊന്നും വന്നില്ല. एक दिन अधिक लोग शायद कलीसिया में ഇദ്ദേഹവും नहीं आए। ഒരു ഏതാനും പേരും പാസ്റ്ററേ ഉള്ളായിരുന്നു. कुछ लोग थे और ये व्यक्ति भी था। അപ്പോൾ ഇദ്ദേഹം പാസ്റ്റർ ചിന്തിച്ച് ഇന്ന് ഇദ്ദേഹം എന്തോ പറയുമായിരുന്നു. अभी पादरी साहब सोच रहे थे कि ये व्यक्ति आज मेरे से आके क्या बोलेगा। അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അവർ വരേണ്ടതായിരുന്നു, ഈ ദൂത് അവർ കേൾക്കേണ്ടതായിരുന്നു. वो ये बोले थे उनको आना था, वो नहीं आ पाए, इनको ये संदेश अवश्य सुनना। പലപ്പോഴും നമ്മുടെ മനസ്സിൽ കൂടെ ഈ ചിന്ത പോകുന്നു. कई बार हमारे मन में भी ऐसे ही विचार रहते हैं। നമ്മുടെ ജീവിതത്തിൻ്റെ വാസ്തവത്തിലുള്ള അവസ്ഥയെക്കുറിച്ച് നാം പലപ്പോഴും കാണുന്നില്ല.
कई बार हम अपने आत्मिक अवस्था को सही रूप में नहीं पहचान മുടിയനായ പുത്രൻ മടങ്ങി വന്നതിൻ്റെ രഹസ്യം അവനൊരു സുബോധം വന്നു എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. परमेश्वर के वचन में जो उड़ाऊ पुत्र के विषय में लिखा है, ऐसा लिखा है कि वो वापस इसलिए आया कि वो सुबोध, അവന് സുബോധം വന്നിട്ട് എഴുന്നേറ്റ് അപ്പൻ്റെ വീട്ടിലേക്ക് മടങ്ങി വന്നു. उसको ऐसा ज्ञान हुआ और अपने बाप के घर में लौट आया. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഉൾക്കാഴ്ച ആവശ്യമായിരിക്കും. इसीलिए एक अंतर्दृष्टि हमारे जीवन में आवश्यक. യെശയ്യാ പ്രവാചകൻ കണ്ടതുപോലെ ഒരു ദൈവിക ദർശനം കാണുമ്പോൾ നാം കാണേണ്ടതുപോലെ കാണാൻ ദൈവം നമ്മെ ഇടയാക്കും. जैसे यशायाह ने दर्शन देखा, जैसा देखना चाहिए वैसा देखने पर अंतर आंखें खुल. ഉയർത്തെഴുന്നേറ്റ് യേശു കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസ് പറഞ്ഞ വാക്കും പ്രകാരമാണ്. स्वर्ग पुनरुत्थान प्राप्ति के प्रभु के दर्शन को जब കർത്താവേ ഞാൻ പാപിയായ മനുഷ്യൻ, हे प्रभु मैं पापी हूँ, ഞാൻ പാപിയായ മനുഷ്യൻ. मैं पापी हूँ प्रभु. ഇതാണ് വാസ്തവത്തിൽ ദൈവസഭയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. यही तो प्रभु की कलीसिया को जरूरत है आज. അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു അറിവില്ലായ്മ കൊണ്ട് അവർക്ക് വന്ന് സംഭവിച്ചത് നോക്കാട്ടെ. इनको ये जानकारी न होने के कारण क्या क्या उनके जीवन में हुआ. അവരുടെ ഉൾ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അരിഷ്ടൻ എന്നാണ്, റെച്ചഡ്. वह अभागा शब्द का उपयोग किया गया है. ഈ പല ജീവിതവും പുറമേ ഒക്കെ വളരെ മനോഹരവും ഗ്ലോറിയസും ഒക്കെ ആണെങ്കിലും एक व्यक्ति का बाहरी जीवन बहुत ही खूबसूरत हो सकता है, അനേകരുടെയും ജീവിതം ലവോദിക്യ സഭയെ പോലെ അകത്ത് വളരെ അരിഷ്ടതയാണ്. लेकिन आंतरिक जीवन में दरिद्रता है, बड़ा अभागापन है. ദൈവത്തിൻ്റെ സ്പർശനം ഏൽക്കാത്ത ഏത് അനുഭവവും അങ്ങനെ തന്നെയാണ്. प्रभु ने अगर स्पर्श नहीं किया है तो हर व्यक्ति का अनुभव यही है. അതുകൊണ്ടാണ് കൊട്ടാരത്തിന്റെ ഉള്ളിൽ പോലും അങ്ങനെയുള്ള ഒരു ജീവിതം കാണുന്നത്. महल के अंदर में भी हम ऐसे ही एक जीवन पा सकते हैं, അരിഷ്ടത एक अभागा. എന്ന് മാത്രമല്ല അവരെ അനുഭവത്തെക്കുറിച്ച് നഗ്നത എന്ന് പറഞ്ഞിട്ടുണ്ട്. और उनके अनुभवों के विषय में नग्न है लिखा है. എന്നാൽ ദൈവം അവരെ ഉടുപ്പിക്കുമ്പോൾ മാത്രമേ ആ നഗ്നത മാറത്തുള്ളൂ. जब प्रभु उनको वस्त्र धारण करवाए तभी नग्नता दूर होगी. ലോകത്തിന്റെ മുമ്പിൽ ലജ്ജിക്കേണ്ടതായ ഒരു അനുഭവം. संसार के सामने लज्जा का विषय. ഇങ്ങനെ നമുക്കൊരു ജീവിതത്തിൽ ഈ ഷെയിം വരുമ്പോൾ നമുക്ക് വേണ്ട പ്രാഗൽഭ്യമില്ല. हमें जब लज्जा आती है तो हमें वो योग्यता नहीं मिल पाती. നമ്മൾ തന്നെ വേണ്ട പോലെ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ अगर हमें जैसा तैयार होना चाहिए ना हो पाए, നാം പറയുമോ സദസ്സിലോട്ട് ഞാൻ എങ്ങനെ ഇങ്ങനെ പോകുന്നത്. मैं सोचता हूँ कि मैं लोगों के बीच में कैसे जाऊँ. ആ ഒരു അറിവുള്ളത് കൊണ്ടാണ് പോകാത്തത്. वो जानकारी है इसलिए नहीं जाता. നമ്മുടെ ജീവിതത്തിന്റെ ആ കുറവ് കാണാനുള്ളൊരു കഴിവുണ്ട്. हमारे अपनी कमी को देखने की एक समझ है. കർത്താവ് പറയാണ് ലവോദിക്യ സഭ നീക്കഡ്. ये प्रभु कहता है लौदीकिया की कलीसिया नग्न है. അവരുടെ ലജ്ജ മറഞ്ഞിട്ടില്ല. उनका जो लज्जा है अभी तक ढका नहीं है. വേണ്ട പ്രാഗൽഭ്യം അവർക്കില്ല. उनको ये समझ नहीं है. അത് മാത്രമല്ല നിങ്ങൾ ദരിദ്രരെന്ന് പറഞ്ഞിട്ടുണ്ട്. और ये भी लिखा गया है कि बड़े दरिद्र लोग. സാമ്പത്തിക ദാരിദ്ര്യത്തെ കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്. यहाँ धन के विषय में दरिद्रता नहीं, ആത്മീക ദാരിദ്ര്യത്തെ കുറിച്ചാണ്. ये आत्मिक दरिद्रता के विषय में है. വേണ്ടതായിട്ടുള്ള ആത്മീകമായ റിസോഴ്സസ് ഇല്ലാത്ത അനുഭവം. उनके पास में आत्मिक स्रोतों की कमी हो गई है. ധനവാൻ എന്ന് പറയുമ്പോൾ തന്നെ जब वो कहते हैं हम धनवान हैं, അവരുടെ ജീവിതത്തിൽ സ്പിരിച്വൽ പോവർട്ടി, आत्मिक दरिद्रता उनके अंदर है. പോർ ഇൻ ദ സ്പിരിറ്റ് അത് നല്ല കാര്യമാണ്. वो जो वहां पर जो एक आत्मा है वो तो अच्छी बात है. എന്നാൽ സ്പിരിച്വൽ പോവർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ വാസ്തവത്തിൽ ബലഹീനമാക്കുന്ന. आत्मिक दरिद्रता हमारे जीवन को कमजोर कर देती है. ഒരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും. मैं एक उदाहरण दूंगा तो समझ में യേശു കർത്താവും 3 ശിഷ്യന്മാരും കൂടെ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ यीशु और 3 चेले जब पर्वत से नीचे ഒരു മനുഷ്യൻ ഓടി വന്ന് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എൻ്റെ മകനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. एक व्यक्ति दौड़ कर आया, हे प्रभु अपने साथ में मेरे बेटे को അവർ അവന് സൗഖ്യം കൊടുക്കുമെന്നാണ് ഞങ്ങൾ ചിന്തിച്ചത്. हमने सोचा था वो चंगाई मिलेगी, എന്നാൽ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. लेकिन हमने उनसे नहीं हुआ. കർത്താവിന് സൗഖ്യം കൊടുത്തു. प्रभु ने चंगाई दी സൗഖ്യം കൊടുത്ത കഴിഞ്ഞപ്പോൾ രഹസ്യമായി കർത്താവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, और वो धीरे से चुपचाप प्रभु से आकर के पूछा, കർത്താവേ ഞങ്ങൾക്ക് കഴിയാഞ്ഞത് എന്ത്? हे प्रभु हमसे क्यों नहीं हो पाया. അതാണ് വെളിപ്പെടുത്തുന്നത് वो वहां पर दर्शाता है സ്പിരിച്വൽ പോവർട്ടി. आत्मिक दरिद्रता. അപ്പോൾ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ നഗ്നത, उनके जीवन में नग्नता है, അരിഷ്ടത, उनके बीच में अभागा, ആത്മീകമായ ദാരിദ്ര്യം. आत्मिक रूप से दरिद्र है. ഇതവരെ നയിച്ച ഒരു പ്രത്യേക സ്വഭാവത്തിലേക്കാണ് ഇത് നയിച്ചത്. ये एक विशेष स्वभाव या चरित्र की ओर उनको निर्देशित किया. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ശീതോഷ്ണ അവസ്ഥ. और ऐसा लिखा है कि एक न तो ठंडे है न गर्म, ലൂക്ക് വാംനെസ്. बड़े उदासीनता है जीवन. ഇത് ലവോദിക്യ സഭയ്ക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ്
അവിടെ ദൂത് എഴുതിയപ്പോൾ അങ്ങനെ എഴുതിയത്. ये उनकी कलीसिया को समझ में आ सकता था, इसलिए ऐसा लिखा गया. ലവോദിക്യ സഭയുടെ ലവോദിക്യ പട്ടണത്തിനടുത്ത് 2 ഉറവുകൾ ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ऐसा माना जाता है कि लौदीकिया कलीसिया के पास में 2 स्रोत थे पानी के. ഹിരിയാപോളിസിൽ ഹോട്ട് സ്പ്രിങ്സ്, लिनियापोलिस में तो गर्म पानी आता था കൊലോസിയിൽ തണുത്ത ഉറവ, और कोलोसिया से ठंडा पानी आता. എന്നാൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഇത് ഒരു ശീതോഷ്ണാവസ്ഥയിലേക്ക് और വരും. ये दोनों पानी जब मिल जाते हैं तो एक उदासीनता इसके अंदर മിക്സ് ചെയ്തില്ലെങ്കിൽ തന്നെ അത് ഒഴുകി വരുമ്പോൾ അത് തണുത്ത അല്ലെങ്കിൽ ചൂടുള്ള ആ വെള്ളം തണുക്കുന്നതായി കാണും. मतलब ये जब बह करके आने वाला पानी गर्म पानी ठंडा हो അപ്പോൾ അവരുടെ ജീവിതത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന ശീതോഷ്ണാവസ്ഥ, അതായത് ലൂക്ക് വോംനെസ്. और ये गुनगुनापन, इस प्रकार का वचन लिखा. നമുക്ക് തന്നെ അറിയാം, അങ്ങനെ ഒരു അനുഭവം നമുക്ക് വലിയ പ്രയാസമാണ് ഉള്ളിലേക്ക് ഇറക്കാൻ. हमारे अंदर में ये प्रवेश करने में बड़ा कठिन सा ഒന്ന് ചൂടായിരിക്കണം അല്ലെങ്കിൽ തണുത്തതായിരിക്കണം. या तो ठंडा हो या गर्म हो. ഒരു വിധത്തിൽ പറഞ്ഞാൽ വാട്ടവെള്ളം പോലെ വന്നാൽ ये तो इस प्रकार का एक गुनगुनापन നമുക്കൊന്ന് ഉള്ളിലേക്ക് ഇറക്കാൻ പ്രയാസമാണ്. अंदर में प्रवेश करने में बड़ा कठिनाई. അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ऐसी अवस्था के विषय में लिखा. അവരുടെ ആധ്യാത്മിക ജീവിതത്തെക്കുറിച്ച് उनके आध्यात्मिक जीवन के विषय में ശീതോഷ്ണ അവസ്ഥ എന്ന് ये പറഞ്ഞു. गुनगुनापन लिखा है. അതിന്റെ തീഷ്ണത നഷ്ടപ്പെട്ട സഭ. मतलब यह है कि उसकी तीव्रता खत्म हो गई. പീപ്പിൾ ഹു ഹാവ് ലോസ്റ്റ് ദെയർ സ്പിരിച്വൽ വിഗർ. मतलब यह है कि आत्मिक तीव्रता कमजोर हो ഇത് गई. നമുക്ക് ചുറ്റുപാടും നോക്കിയാൽ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. हम अपने चारों ओर आया अपने जीवन में भी इसको निहार सकते हैं. കർത്താവിൽ പ്രസിദ്ധനായ ജി ക്യാമ്പൽ മോർഗൻ പറഞ്ഞു, जी कैंपल मॉर्गन जो प्रसिद्ध थे, उन्होंने कहा, അദ്ദേഹം പറഞ്ഞു, ലൂക്ക് വാംനെസ് ഈസ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് ബ്ലാസ്ഫമി. और निंदा का सबसे गुनगुनापन जो है, निंदा का सबसे गंदा उदाहरण. അതായത് ഈ ശീതോഷ്ണാവസ്ഥയിലുള്ള ആത്മീക ജീവിതമാണ് ഏറ്റവും വലിയ ഈ ബ്ലാസ്ഫമി അല്ലെങ്കിൽ ദൈവദൂഷണം. കറക്റ്റ്. और यहाँ पर ऐसा कहा कि जो गुनगुनापन है आत्मिक जीवन का सबसे निंदात्मकता है. ദൈവദൂഷണം പറയുന്നത് നാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല. परमेश्वर की निंदा करना हम नहीं चाहते, എന്നാൽ പറയാതെ തന്നെ ദൈവദൂഷണം നമുക്ക് വെളിപ്പെടുത്താം. लेकिन बिना बोले ही इसको हम प्रकट कर सकते हैं. ജീവിതം ലൂക്കുവാമായാൽ മതി. हमारा जीवन अगर इस प्रकार गुनगुना हो जाए. ഞാൻ അതിനെ ഇപ്രകാരം ഒന്ന് വർണ്ണിച്ചോട്ടെ. मैं इसको आपको यहाँ से इस प्रकार कहना चाहता हूँ. ഒരു ഭാര്യയോട് ഭർത്താവ് പറയാന്ന് വിചാരിച്ചു, एक पत्नी से पति कह रहा है, ഐ ലവ് യു मैं तुझसे प्रेम बट करता യുവർ हूँ, ലൈഫ് ഡസന്റ് എക്സൈറ്റ് മീ. लेकिन तुम्हारा जीवन मुझे बड़ा ही उत्तेजित नहीं എനിക്ക് करता. സ്നേഹമൊക്കെ ഉണ്ട്, मैं प्रेम तो करता हूँ, പക്ഷേ നിന്റെ ജീവിതം എനിക്ക് വലിയ സന്തോഷമൊന്നും തരുന്നതല്ല. तुम्हारा जीवन मुझे आनंदित नहीं करता. ഏകദേശം അതുപോലെ കർത്താവിനോട്. प्रभु के साथ भी ऐसा കർത്താവിനോട് ही. പറയും, കർത്താവെ സ്നേഹിക്കുന്നൊക്കെയുണ്ട്, प्रभु मैं आपसे प्रेम तो करता പക്ഷെ हूँ, നീ എൻ്റെ ജീവിതത്തെ തുടിപ്പിക്കുന്നൊന്നുമില്ല. लेकिन आप मेरे जीवन में एक उत्साह नहीं. എൻ്റെ ജീവിതത്തെ തുടിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ട്. मेरे जीवन में आनंद देने वाली और भी कई बातें. മൈ ലൈഫ് ഈസ് എക്സൈറ്റഡ് ബൈ മെനി അതർ തിങ്സ്. कई दूसरी बातें हैं जिससे मैं बड़ा ही എന്നാൽ കൂട്ടത്തിൽ आकर्षित പറയും, हूं. കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. लेकिन बार बार कहते हैं प्रभु मैं तुझसे प्रेम करता हूं. ഇതാണ് ശീതോഷ്ണാവസ്ഥ. ये है गुनगुनापन. ഒരു പെൺകുട്ടി ഇപ്രകാരം ഒരാളോട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. एक लड़की ने प्रभु से इस प्रकार प्रार्थना. ഞാനതൊന്ന് ഇംഗ്ലീഷിൽ പറയണേ. मैं थोड़ा अंग्रेजी में उसको कहूंगा. മേക്ക് മീ ഗുഡ് ലോർഡ്, हे प्रभु मुझे भला बना दे, നോട്ട് ടു ഗുഡ് ज्यादा भी नहीं, ബട്ട് ഗുഡ് ഇനഫ് ടു അവോയ്ഡ് സ്പാങ്കിങ്. मतलब यह है इतना अच्छा बना दे कि मुझे दंड ना मिले. ദൈവം എന്നെ നന്നാക്കണം കേട്ടോ. प्रभु मुझे अच्छा बना दे, ഒരുപാട് നന്നാക്കണ്ട, ज्यादा सुधारने की जरूरत नहीं. അടികൊള്ളാതിരിക്കത്തക്കവണ്ണം ഒന്ന് നന്നാക്കി. मतलब मुझे डांट ना पड़े, मार ना पड़े, इतना काफी है. ഏകദേശം നമ്മുടെ ഭക്തി എങ്ങനെയാ ഒന്ന് ചിന്തിച്ചു നോക്കി. हमारी भक्ति भी कई बार ऐसे ही അടി नहीं. കിട്ടാതെ വണ്ണം ജീവിക്കുന്ന ഒരുമാതിരി നല്ല ഭക്തി. हमारी ऐसी भक्ति है जिसमें हमें ज्यादा डंडा ना पड़े, दंड ना मिले. We बस. don't want to be too good. हम ज्यादा भला नहीं बनना चाहते. ശീത ഉഷ്ണ അവസ്ഥ. यही है गुनगुनापन. ഈ ഏറ്റവും അധികം ദൈവത്തിന് ദോഷം ചെയ്യുന്ന കൂട്ടരാരാ? सबसे ज्यादा परमेश्वर को जो 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 निंदा करने वाले അപ്പോൾ कौन നമ്മുടെ हैं? ഇടയിലുള്ള മദ്യപാനികളെന്ന് പറയും, हम कहते हैं कि शराब पीने वाले വെറിക്കൂത്തുകാരെന്ന് പറയും. और इस प्रकार ठट्ठा करने എന്നാൽ वाले. വാസ്തവത്തിൽ ദൈവസഭയ്ക്ക് ഏറ്റവും അപമാനം കൊണ്ടുവരുന്നത് ശീതോഷ്ണാവസ്ഥയിൽ ജീവിക്കുന്ന ദൈവമക്കളാണ്. परमेश्वर की कलीसिया का अपमान करने वाले वास्तव में ऐसे ही लोग हैं. കർത്താവിനോടുള്ള ഭക്തിയിൽ ശക്തിയുമില്ല, परमेश्वर की भक्ति में उनके पास എന്നാൽ शक्ति नहीं है, വിശ്വാസിയാണെന്ന് പറഞ്ഞ് ജീവിക്കുകയും ചെയ്യും. लेकिन विश्वासी कहते हैं और ऐसे ही जीते हैं. യേശു കർത്താവിന്
ഏറ്റവും അധികം ക്ഷീണം വരുത്തുന്ന കാര്യമാണ്. प्रभु को सबसे ज्यादा कमजोर करने वाली बात यही है, സ്പിരിറ്റ് ഓഫ് ലൂക്ക് വാംനെസ്. एक ऐसी आत्मा जिसमें गुनगुनापन है. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ അനുഭവത്തിൽ നിന്ന് മാറണം. ये इस अनुभव से हम दूर हो അല്പം जाएं. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചാൽ ഈ ശീതോഷ്ണാവസ്ഥയ്ക്ക് വഴിയേ ഇല്ല. अगर वास्तव में देखा जाए तो ऐसा गुनगुनापन हमारे जीवन के लिए होना ही नहीं चाहिए. നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തതൊന്ന് ആലോചിച്ച് നോക്കി. हमारे लिए प्रभु ने क्या किया है जरा याद करें. കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. हमारे लिए प्रभु स्वर्ग से उतरा. ചെറിയൊരു പ്രവൃത്തിയല്ല, एक छोटा काम വലിയ नहीं, പ്രവൃത്തിയാണ്. बहुत बड़ा काम है. നമുക്ക് വേണ്ടി മരിച്ചു, वो हमारे लिए उसने जान दी, നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. हमारे लिए पुनरुत्थान को प्राप्त किया. ഇങ്ങനെയുള്ള വലിയ രക്ഷയ്ക്ക് इतने बड़े उद्धार के लिए ശീതോഷ്ണാവസ്ഥയിൽ റെസ്പോണ്ട് ചെയ്താൽ മതിയോ? क्या हम अपने गुनगुने पने से इसका प्रत्युत्तर दें? See what God did for us. आप ध्यान दीजिए प्रभु ने हमारे लिए क्या किया. Great thing for us. महान कार्य उसने എബ്രായ किया. ലേഖകൻ പറയുന്ന great salvation, महान उद्धार उसने प्रदान great किया. sacrifice. महान बलिदान उसने दिया. അതിന് നമുക്ക് ഈ ശീതോഷ്ണാവസ്ഥയിൽ പ്രതികരിച്ചാൽ മതിയോ? क्या हमारा प्रत्युत्तर ऐसा ही होना चाहिए? അത് जैसा കണ്ടുമുട്ടിയ പൗലോസ് അപ്പോസ്തലനെ ശ്രദ്ധിച്ചോ? आपने देखिए पौलुस का जिसका प्रभु से सामना हुआ, ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് അത് താനൊന്ന് അനുഭവിച്ചതേ ഉള്ളൂ. उसने एक बार दमिश्क के फाटक के पास उसका പിന്നെ अनुभव किया. അദ്ദേഹത്തിന്റെ ജീവിതം ശീതോഷ്ണാവസ്ഥയല്ല, അദ്ദേഹം ശക്തിയോടെ തൻ്റെ ജീവിതത്തിൻ്റെ ഏത് നിമിഷവും എനി ടൈം തീഷ്ണതയോടെ ജീവിക്കുന്നു. उसके बाद उसका जीवन में वो गुनगुनापन नहीं है, बड़े ही आग्रह के साथ उत्साह के साथ जीता है. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചത് ഓർക്കുമ്പോൾ अब जब हमने जो अनुभव किया है we उसको can जब never याद be करते हैं, lukewarm. हम कभी भी हमारे जीवन में गुनगुनापन नहीं. അത് മാത്രമല്ല, केवल यही नहीं, നമ്മൾ പറയുന്ന വിഷയങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയിട്ടോ. हमारे जो हम जिस बात के वार्तालाप करते हैं, स्वर्ग, विषय देखिए. स्वर्ग, നരകം, नरक, നിത്യത, अनंत जीवन. ഈ വാക്കുകളിൽ എന്തെങ്കിലും ശീതോഷ്ണാവസ്ഥയിലുള്ള വാക്കുണ്ടോ എന്ന് നോക്കി. आप जरा ध्यान दीजिए क्या इन शब्दों में ये स्वर्गम, गुनगुनापन है. स्वर्ग, നരകം, नरक നിത്യത, या अनंत जीवन, സീരിയസ് ഇഷ്യൂസ്. ये सब गंभीर विषय हैं. ഇതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നമുക്ക് इससे संबंधित जीवन जीने वाले हम लोग ശീതോഷ്ണാവസ്ഥ എങ്ങനെ അനുഭവിക്കാൻ കഴിയും? कैसे हमारे जीवन में ये गुनगुनापन आएगा. അതുകൊണ്ടാണ് അവരോട് പറഞ്ഞത് നിങ്ങളുടെ ജീവിതത്തിൽ ശീതോഷ്ണാവസ്ഥ. इसीलिए उनसे कहा कि तुम्हारा जीवन जो है गुनगुना हो गया. ഏതെല്ലാം മേഖലയിലാണ് നമ്മൾ ഈ ശീതോഷ്ണാവസ്ഥ വെളിപ്പെടുത്തുന്നത്? ये गुनगुनापन किस किस क्षेत्र में प्रकट होता है? ഒന്നാമത് വെളിപ്പെടുത്തുന്നത് നമ്മുടെ ഈ ജീവിത വിശുദ്ധിയോടുള്ള ബന്ധത്തിലാണ്. जीवन की पवित्रता में ये प्रकट हो जाता है. നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു. हम पवित्रता को चाहते तो हैं, പക്ഷെ മുമ്പേ ആ പെങ്കൊച്ച് പറഞ്ഞതുപോലെ लेकिन जैसा उस लड़की ने कहा, ഏറെ വിശുദ്ധി ആവശ്യമില്ല. बहुत ज्यादा पवित्रता नहीं ഇന്നലെ കർത്താവിന്റെ ദാസന്മാർ പ്രസംഗിച്ച കേട്ടപ്പോൾ चाहिए. जब कल प्रभु के दास लोग प्रचार कर रहे थे, നമ്മുടെ മനസ്സിൽ കൂടെ ചിന്തിച്ച് കാണും. मेरे ख्याल से हमने मन में सोचा പല होगा. മേഖലകളെ കുറിച്ച് പറഞ്ഞു. कई क्षेत्रों के विषय में कहा, നമുക്കൊക്കെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഏരിയകളും ഒക്കെ സൂചിപ്പിച്ചു. कुछ चित परिचित जगहों के बारे में भी कहा गया. അപ്പം നമ്മുടെ മനസ്സിൽ കൂടെ ഒരു ചിന്ത, अब हमारे मन में ये विषय आता है. ഇത്രയും വേണോ? हम सोचते इतना अधिक पवित्रता വിശുദ്ധി चाहिए. വേണം, पवित्रता तो चाहिए, ഇത്രയും വിശുദ്ധി വേണോ? इतना ज्यादा चाहिए क्या? ചില കാര്യങ്ങൾ പാടില്ല എന്നും जब कुछ बातें आपके जीवन में ചിലത് नहीं हो, തുടരുതെന്ന് പോലും, कुछ को स्पर्श भी नहीं ചില करना, സ്ഥലങ്ങളിൽ നിന്നൊക്കെ അകന്നു ജീവിക്കണമെന്നും. दूर रहना. അപ്പൊ അത്രയും കേട്ടപ്പോൾ മനസ്സിൽ കൂടെ ഒരു ചിന്ത, ये सब सुनने के बाद मन में ये विचार उठते हैं, വിശുദ്ധി വേണം, पवित्रता तो चाहिए, ഇത്രയും എക്സ്ട്രീമിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? लेकिन अति पवित्रता की जरूरत नहीं. ശീതോഷ്ണാവസ്ഥയെ ജീവിക്കാനാണ് ഇഷ്ടം. हम चाहते हैं कि हम इसी गुनगुनेपन में जिए. അതിൻ്റെ ആ പാരമ്യത്തിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല. हम उसके ऊंचे उठना नहीं चाहते. എന്തുകൊണ്ടാണ് നമുക്ക് ഈ അനുഭവം വരാത്തതിന്റെ കാരണം എന്നറിയാമോ? हमारे जीवन में अनुभव क्यों नहीं है? വി ഡോണ്ട് പാഷനറ്റ്ലി ഡിസയർ ഇറ്റ്. तीव्र आग्रह के साथ हम पवित्रता के पीछे നാം नहीं चलते. തീഷ്ണതയോടെ ആഗ്രഹിക്കുന്നെങ്കിൽ, अगर तीव्र आग्रह हमारे अंदर, തിരുവചനത്തിൽ പറയുന്നു ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. परमेश्वर का वचन कहता है आपके आग्रह को पूरा करने वाला प्रभु है. വിശുദ്ധിയിൽ ഈ ശീതോഷ്ണാവസ്ഥ. पवित्रता के जीवन में गुनगुना. നമ്മൾ ഈ വർഷം ദൈവവചനം കേട്ടിട്ട് മടങ്ങിപ്പോകുമ്പോൾ आज इस वर्ष वचन सुन के हम घर जाते हैं, ഈ പ്രത്യേക മേഖലയിൽ
इस विशेष क्षेत्र में തീഷ്ണതയുള്ളവരായി മടങ്ങിപ്പോകണം. हम तीव्रता के साथ पलट എൻ്റെ करके ജീവിതത്തിൽ ഞാൻ ആ തീരുമാനമെടുത്തു. मैंने अपने जीवन में निर्णय എല്ലാ किया, മേഖലയിലും हर क्षेत्र में, എല്ലാ മേഖലയിലും हर क्षेत्र में തീഷ്ണതയോടെ एक इस प्रकार तीव्रता വിശുദ്ധിക്ക് के വേണ്ടി വാഞ്ചിക്കാൻ. साथ, पवित्रता का आग्रह. 2, दूसरा, ലൂക്ക് വാംനെസ് ഇൻ സെർവിങ്. सेवा में गुनगुनापन. കർത്താവിനെ ശുശ്രൂഷിക്കണം കേട്ടോ, प्रभु की सेवा तो करें, പക്ഷേ ആ തീഷ്ണത, लेकिन वो तीव्रता नहीं है. ഉദാസീനതയോടെ കർത്തൃ ശുശ്രൂഷ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്നാണ്. परमेश्वर का वचन कहता है कि उदासीनता के साथ सेवा करने वाला निंदा है. ഒക്കുന്ന പോലെ കർത്താവിനെ സേവിക്കുന്ന ഒരുപാട് ദൈവമക്കളുണ്ട്. जैसा चाहे वैसे ही सेवा करने वाले अनेक लोग हैं. ദൈവം ചില കാര്യങ്ങൾ ഏൽപ്പിക്കുമ്പോൾ जब प्रभु कुछ सौंपता है, അതൊക്കെ ഒക്കുന്ന പോലെ. जैसा हो गया चलेगा, കാരണം എന്നാണെന്നറിയാം, ലൂക്ക് വാം സെർവിങ്. क्योंकि गुनगुनापन है आपकी सेवकाई में. സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാന്ന് വിചാരിച്ചോ, मान लीजिए संडे स्कूल में पढ़ाना है. ആ കുഞ്ഞുങ്ങളുടെ നിത്യതയെക്കുറിച്ചുള്ള ആ ഭാരം നമ്മുടെ മനസ്സിൽ കയറിയിട്ടുണ്ട്. क्या आपके अंदर में इन बच्चों के अनंत जीवन के विषय में നാം ഒരു बोध है? ദേശത്ത് പോയി പ്രവർത്തിക്കുക, मान लीजिए आप एक जगह जाकर सेवा कर रहे हैं. നമ്മുടെ സഹജീവികളുടെ ജീവിതത്തിൻ്റെ ആ നിത്യതയെക്കുറിച്ചുള്ള ഒരു ഭാരം, हमारे साथियों के विषय में, उनके अनंत जीवन के विषय में बोझ. കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ जब प्रभु के विषय में कहते നമ്മുടെ തീഷ്ണത നഷ്ടപ്പെട്ടിട്ടുണ്ടോ? हैं, हमारे आग तीव्रता क्या नष्ट हो चुकी है. പലപ്പോഴും പാടുമ്പോഴൊക്കെ ശ്രദ്ധിച്ചാൽ आप गीतों में आप ध्यान दे सकते നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ആവേശം വരുന്നില്ല. हैं. हमारे हृदय से वो तीव्रता नहीं है. ശബ്ദത്തിന്റെ വലിപ്പമല്ല, शब्द तो बहुत हैं, ഹൃദയത്തിന്റെ തുടിപ്പ്. हृदय का वो उमड़ना नहीं. we can become lukewarm in our service. हम अपने सेवा में गुनगुने हो सकते हैं. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ परमेश्वर के वचन से വചനം വായിക്കുന്നുണ്ട്. वचन पढ़ते तो പലപ്പോഴും ലീഗലിസ്റ്റിക് ആയിട്ടാണ് വായിക്കുന്നത്. बड़े ही हम इसी प्रकार कानूनन पढ़ എനിക്ക് लेते हैं. ഇത്രയും വായിക്കണം, मुझे इतना पढ़ना, അതുകൊണ്ട് ഞാൻ വായിക്കുന്നു. इसलिए पढ़ रहा हूं. എന്നാൽ ദൈവവചനത്തോടുള്ള ആ സന്തോഷവും പ്രേമവും, परमेश्वर के वचन से वो प्रेम और आनंद. നമ്മളെ ചെറിയ പ്രസംഗിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു. भाई चेरी ने जब प्रचार किया, उसने कहा था, നാവിഗേറ്റേഴ്സ് ആരംഭിച്ച മനുഷ്യൻ, जो नेविगेटर जो शुरू किया था, അദ്ദേഹം ഒരു ഡ്രൈവറായിരുന്നു, ട്രക്ക് ഡ്രൈവറായിരുന്നു. वो एक ट्रक का ड्राइवर था. അദ്ദേഹം ഒരു സ്ഥലത്ത് അല്പനേരം ഓടിച്ചതിന് ശേഷം വണ്ടി നിർത്തുമ്പോൾ गाड़ी चलाने के बाद जहां भी समय मिले ദൈവവചനം വായിക്കും. वचन पढ़ता. രണ്ടാമത് പറഞ്ഞതാണ് എന്നെ സ്പർശിച്ചത്. दूसरी बार मुझे जो उसने പിന്നെ कहा, വണ്ടി ഓടിക്കുമ്പോൾ फिर जब वो गाड़ी चलाता ഇപ്പൊ है, വായിച്ചതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഓടിക്കുന്നത്. अभी जो पढ़ा था उसको मनन करता है. ദൈവവചനം ജീവനും, जीवन और वचन, ദൈവവചനം തന്റെ പാഷൻ. उसके जीवन का तीव्र आग्रह. ഇത്രയും എക്സ്ട്രീം ആണോ? क्या इतना अति तीव्रता चाहिए? ഒരുമാതിരി ഇടയ്ക്കൂടൊക്കെ അങ്ങ് പോയാ പോരെ? इसके मध्य में एक हम धीरे धीरे आगे बढ़ जाए. അതാണ് ശീതോഷ്ണാവസ്ഥ. यही तो है गुनगुनापन. In holiness, lukewarmness. पवित्रता में गुनगुनापन. In serving, lukewarmness. सेवकाई में गुनगुनापन. In studying the word of God, lukewarmness. वचन को अध्ययन करने में गुनगुनापन. നമ്മൾ ഈ മീഡിയയൊക്കെ കാണുമ്പോഴേ हम जब मीडिया को देखते हैं ना, പറയുന്നൊരു കാര്യമുണ്ട്, हम हमेशा ये कहते हैं, അവന്മാരെ ഒന്നും വിശ്വസിക്കാനൊക്കെ. इन पर भरोसा नहीं कर सकते. എന്തുവാ പറയുന്നതിന്റെ പിന്നിലും നമുക്കറിയത്തില്ല. हमें नहीं मालूम इनके बोलने के पीछे उनका उद्देश्य We क्या है. cannot believe it. हम विश्वास नहीं कर सकते. ഇതെടുക്കുമ്പം പറയും, इसको जब उठाते हैं ना, ഇത് ഞാൻ വിശ്വസിക്കും. प्रभु हम इस पर भरोसा करते हैं. പക്ഷേ വിശ്വസിക്കാത്ത മീഡിയ കൂടുതൽ നേരം കാണും. लेकिन जिस माध्यम पर आप भरोसा नहीं करते, उसमें ज्यादा समय बिताते हैं. വിശ്വസിക്കുന്ന വചനം അല്പനേരേ വായിക്കത്തുള്ളൂ. जिस वचन पर आप विश्वास करते हैं, उस पर बड़ा अल्प समय ही बिताते हैं. We don't have passion for the word of क्योंकि God. वचन के लिए तीव्रता खत्म हो. പ്രാർത്ഥനയ്ക്ക് प्रार्थना, ഒരുപാട് കേട്ടതുകൊണ്ട് ഞാൻ കൂടുതൽ ആവർത്തിക്കുന്നു. हमने बहुत सुना है इसलिए नहीं कहना चाहता. പ്രാർത്ഥിക്കുന്നു. हम प्रार्थना करते तो हैं. പ്രാർത്ഥനയുടെ പാഷൻ, प्रार्थना के बारे में वो तीव्र, അത് ദൈവത്തോടുള്ള ബന്ധമാണ്. वो प्रभु से संबंध. ഒരുപാട് ഒച്ച വെക്കുന്നത് കൊണ്ടൊന്നുമല്ല. बहुत शब्द के कोलाहल का ദ मतलब नहीं. കണക്ഷൻ വിത്ത് ഗോഡ്. प्रभु के साथ वो संवाद. അല്പനേരം മുമ്പ് ഇവിടെ പ്രാർത്ഥനയ്ക്കൊരു ആഹ്വാനം ഒരുക്കിയത് ഓർക്കുമായിരിക്കും ഇല്ലേ? आपने अब ध्यान दिया होगा, प्रार्थना के लिए एक ആ आह्वान दिया ഹൃദയത്തിൽ गया. നിന്ന് റെസനേറ്റ് ചെയ്തു ഇല്ലേ? वो आपके हृदय में प्रतिबिंबित हुआ. ദാറ്റ് ഈസ് പ്രേയർ. वो है प्रार्थना. ദാറ്റ് ഈസ് പ്രേയർ. वो है प्रार्थना. അത് ഒരു ദൈവദാസനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. मैंने एक प्रभु के दास के बारे में റോബർട്ട് सुना. മറേ മക്ഷീനാണ്. रॉबर्ट नाम है उनका. അദ്ദേഹത്തെ കാണാൻ ഒരാൾ വന്നു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് പറഞ്ഞു. उनसे मिलने के लिए एक व्यक्ति आया, कहा कि मेरे लिए प्रार्थना कीजिए. അദ്ദേഹം പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കും. मैं प्रार्थना करूंगा. അപ്പോൾ രണ്ടുപേരും മുട്ടുകുത്തി. दोनों ने घुटने टेके. എന്നിട്ട് റോബർട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. रॉबर्ट ने प्रार्थना चालू की. അദ്ദേഹം പറഞ്ഞു, ഓ ലോർഡ്. हे प्रभु. പിന്നെ ഒന്നുമില്ല. उसके बाद कुछ കുറെ नहीं, शब्द നേരത്തേക്ക് नहीं, ഒന്നുമില്ല. शब्द नहीं थे.
അപ്പം അദ്ദേഹം വന്നയാൾ ചിന്തിച്ചു, അദ്ദേഹം പ്രാർത്ഥിക്കുന്നില്ലല്ലോ. ये दूसरे व्यक्ति ने सोचा ये क्या कर रहे हैं. അല്പം കഴിഞ്ഞപ്പോൾ थोड़ी देर बाद അദ്ദേഹം പറഞ്ഞു, उन्होंने कहा ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന പോലെ തോന്നി. मुझे लगा परमेश्वर की उपस्थिति उतर रही है. ദൈവത്തോട് കണക്ട് ചെയ്യുക അദ്ദേഹം. वो उनसे संवाद स्थापित कर रहे हैं. തീഷ്ണതയുള്ള പ്രാർത്ഥന, एक तीव्रता की, അർത്ഥവത്തായ പ്രാർത്ഥന, एक अर्थपूर्ण प्रार्थना, യഥാർത്ഥമായ പ്രാർത്ഥന, एक सच्ची प्रार्थना. आमीन. അത് മാത്രമല്ല, केवल यही नहीं, ലൂക്ക് വാം ഇൻ അവർ സാക്രിഫൈസ് ആൻഡ് ഗിവിംഗ്. हमारे दान देने में भी गुनगुनापन. നമ്മൾ കൊടുക്കും, हम देते तो हैं പക്ഷെ വേദനിച്ച് കൊടുക്കത്തില്ല. लेकिन दर्द के साथ नहीं देते. പലപ്പോഴും അങ്ങനെയാണ്. हम कई बार हम ऐसे ही हैं. നമ്മൾ പ്രാർത്ഥിക്കും, हम प्रार्थना तो करते हैं പക്ഷേ അതിനുവേണ്ടി സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കത്തില്ല. लेकिन समय को अलग करके प्रार्थना नहीं करते. പ്രാർത്ഥനയ്ക്കായിട്ടിരിക്കണമെങ്കിൽ അല്പം ചെലവിട്ടാലേ ഒക്കത്തുള്ളൂ. प्रार्थना के लिए बैठना है तो बलिदान तो करना ചില ही കാര്യങ്ങൾ पड़ेगा. വേണ്ടാന്ന് വെച്ചാലേ പ്രാർത്ഥിക്കാൻ ഒക്കത്തുള്ളൂ. कुछ बातें आप नहीं कहेंगे तो ही प्रार्थना പക്ഷെ कर ആ सकते വില കൊടുക്കാൻ നമുക്ക് തയ്യാറല്ല. हैं. लेकिन हम वो दाम देने के लिए तैयार नहीं. പ്രാർത്ഥിക്കുന്നു, ബട്ട് വിത്തൗട്ട് സാക്രിഫൈസ്. हम प्रार्थना करते हैं लेकिन बलिदान नहीं देते. നമ്മൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്നു. हम प्रभु के लिए देते तो हैं. കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ലൈഫ് സ്റ്റൈലിന് മാറ്റം വരത്തക്കവണ്ണം കൊടുക്കുമോ? क्या हमारे जीवन में जीवन शैली परिवर्तित हो, क्या हम उतना देते हैं? ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്ന് വെച്ച് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? क्या कुछ बातें हमारे जीवन में नहीं चाहिए उसके बाद आप दे सकते അതൊക്കെ हैं? വലിയ സാക്രിഫിഷ്യൽ ഗിവിംഗ് ആ. ये तो बड़ा त्यागपूर्ण दान है. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു വെസ്റ്റേണർ കൊറിയ സന്ദർശിക്കുന്ന സമയത്ത് एक पश्चिमी व्यक्ति जब कोरिया में आया, അദ്ദേഹം ആ ഫീൽഡിലേക്ക് നോക്കിയപ്പോൾ ഒരു സ്ട്രേഞ്ച് കാഴ്ച കണ്ടു. उन्होंने जब खेत की ओर देखा तो एक बड़ा अद्भुत एक चित्र देखा. ഒരാള് പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, നിലം പൂട്ടിക്കൊണ്ടിരിക്കുക. और एक व्यक्ति खेत जोत रहा है. ഒരു സൈഡിൽ ഒരു കാളയുണ്ട്, एक तरफ तो एक बैल है, മറ്റേ സൈഡിൽ ഒരു മനുഷ്യനാണ്. दूसरी तरफ एक व्यक्ति है. ദിസ് ഈസ് വെരി ഡിഫറെന്റ്. ये तो बड़ा अलग था. സാധാരണ രീതി രണ്ട് കാളകളാണ്. आमतौर पे दो बैल रहते हैं. അപ്പോൾ അദ്ദേഹം തന്നെ കൊണ്ടുപോയ ആ ഗൈഡിനോട് പറഞ്ഞു, जो व्यक्ति उनको लेकर के गया था गाइड से മേ ബി बोला, ദേ ആർ വെരി വെരി പുവർ. हो सकता है बड़े गरीब लोग രണ്ട് हैं. കാളെ അഫോർഡ് ചെയ്യാൻ ഒക്കത്തില്ല. हो सकता है दो बैल ये खरीद नहीं पाए. അതുകൊണ്ടായിരിക്കും हो അങ്ങനെ. सकता है ऐसा हो. അതുകൊണ്ട് അവർ തിരക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ तो ചെയ്യുന്നത്. फिर वो बाद में पता किया ऐसा क्यों किया. മനസ്സിലായി. तब पता चला അവരുടെ സഭയിൽ ഒരു പിരിവ് വന്നപ്പോൾ उनकी कलीसिया में एक दान हुआ. സാധുക്കൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല. इनके पास देने के लिए कुछ भी नहीं था. ഒരു കാളയെ വിറ്റു. एक बैल को बेच दिया. മോനാണ് പിന്നെ ആ സ്ഥാനം ഏറ്റെടുത്തത്. बेटा उस बैल की जगह में लग गया. കൊറിയയിൽ ആത്മീയ ഉണർവ് വന്നു. आत्मिक जागृति कोरिया में आ गई. തീഷ്ണതയുള്ള ഗിവിംഗ്, एक त्यागपूर्ण दान, നോട്ട് ലൂക്ക് വാം, गुनगुनापन नहीं, ബട്ട് ഗിവിംഗ് വിത്ത് സീൽ. एक उत्साह के साथ देने वाले. പലപ്പോഴും നമ്മൾ കൊയ്ത്തിനൊന്നും കിട്ടാതെ വണ്ണം വിതയ്ക്കുന്നതിൻ്റെ കാരണം हमें फसल न मिलने के लिए हम हमारा जो बीज जो हम बोते हैं, കൊടുക്കേണ്ട വില നാം കൊടുക്കുന്നില്ല. क्योंकि हम जितना त्याग या दाम देना है नहीं दे അപ്പോൾ അവരുടെ സ്വഭാവം മനസ്സിലായി. अब आपको उसका स्वभाव पता എന്തുകൊണ്ടാണ് ഈ സ്വഭാവത്തിൽ വന്നതെന്നും മനസ്സിലായി. चला. ये ऐसा स्वभाव क्यों हुआ वो भी आप समझ गए. അറിയേണ്ടതുപോലെ അറിയാത്തത് കൊണ്ട് जैसा जानना चाहिए ജീവിക്കേണ്ടതുപോലെ ജീവിക്കാൻ ഒക്കുന്നില്ല. वो जैसा जीना चाहिए नहीं जी पाए. തീഷ്ണതയില്ലാതെ ജീവിക്കുന്നു. ऐसा आग्रह बिना जीवन അപ്പൊ जी रहे കർത്താവ് हैं. അവരെ നോക്കിച്ച് പറഞ്ഞു, प्रभु ने इनकी ओर देख करके कहा, എനിക്കൊരു ആഗ്രഹമുണ്ട്, मेरे अंदर में एक आग्रह है. നിങ്ങൾ ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. अगर तुम ठंडे या गर्म एक होते तो अच्छा हो. ഐ വിഷ് യു ആർ ഐദർ കോൾഡ് ഓർ ഹോട്ട്. या तो तुम गर्म होते या तो ठंडे ഞാൻ होते. പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താ കർത്താവ് അങ്ങനെ പറഞ്ഞു. मैंने कई बार सोचा प्रभु ऐसा क्यों कहा. ഈ വാസ്തവത്തിൽ അങ്ങ് ശീതവാനായാൽ अगर वास्तव में ठंडे हो जाते അവൻ हैं, രക്ഷയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. वो उद्धार के अनुभव में आने की അയ്യോ संभावना. അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്നവൻ मैं बहुत ही तुच्छ अभागा हूँ, വിശ്വാസത്തിലേക്ക് വരും. विश्वास में आ सकता है. അവൻ അത് ഇഫ് ഈസ് ഹോട്ട്, അവൻ നല്ല ചൂടുള്ളവരാണെങ്കിൽ अगर मान लो गर्म है, ദൈവത്തിന് ഉപയോഗിക്കാനും കഴിയും. परमेश्वर उसका उपयोग कर सकता ഇഫ് है. യു ആർ ഹോട്ട് ഐ കൻ യൂസ് യു. अगर तुम गर्म हो तो ഇഫ് उपयोगी യു ആർ हो. കോൾഡ് ഐ കൻ സേവ് യു. अगर ठंडे हो तो मैं बचा सकता ബട്ട് हूँ. ഐ കനോട്ട് ഡു എനിത്തിങ് വിത്ത് യു ഇഫ് യു ആർ ലൂക്ക് വാം. लेकिन मैं तुम्हारे साथ कुछ नहीं कर सकता क्योंकि तुम गुनगुने हो. ദീർഘവർഷങ്ങളായി ജീവിച്ചിട്ട് कितने साल हो गए, വേണ്ടവണ്ണം ജീവിതത്തിന് ഒരു പ്രയോജനം വരാത്തതിന്റെ കാരണം अभी तक हमारा प्रभु उपयोग नहीं कर पाया. उसका कारण എല്ലാത്തിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, हर बात में हम हैं, എന്നാ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല.
लेकिन वास्तव में नहीं भी है। പ്രവർത്തിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രവർത്തിക്കും, काम कर रहे हो पूछेंगे तो कर रहे വേണ്ട പോലെ ഇല്ല. हैं, लेकिन जैसा चाहिए नहीं പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കും, करते। प्रार्थना करते हो जी വേണ്ടും हाँ, പോലെ ഇല്ല. लेकिन जैसा चाहिए नहीं വചനത്തോട് करते। ചേർന്നിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, वचन पढ़ते हो हाँ, വേണ്ട പോലെ ഇല്ല. लेकिन जैसा चाहिए नहीं करते। കർത്താവ് എന്ന് പറയുന്നു, यीशु कहता है ഐ വിഷ് യു ആർ ഐദർ കോൾഡ് ഓർ ഹോട്ട്. मैं चाहता था कि या तो तुम गर्म रहते या ठंडे हो जाते। കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. प्रभु हमसे बातचीत ഈ കർത്താവ് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആശ പറയുക മാത്രമല്ല, केवल अपने आग्रह या आशा नहीं बताई ഈ उनको, ശീതോഷ്ണാവസ്ഥയ്ക്കൊരു ഭവിഷ്യത്തുണ്ട്. एक ऐसे गुनगुनेपन का एक परिणाम भी है। കർത്താവിൽ പ്രസിദ്ധനായ ലിയനാർഡ് റേവൻഹിൽ പറഞ്ഞു, लेनार्ड ने इस प्रकार जो प्रसिद्ध थे उन्होंने അദ്ദേഹത്തിന്റെ कहा, വാക്കുകളൊക്കെ നിങ്ങൾ വായിച്ചിട്ട് വൈ റിവൈവൽ ടാരീസ് വായിച്ചാൽ ഷാർപ്പ് വാക്കാ. इनके शब्द जो हैं बड़े चोट पहुंचाने वाले। അദ്ദേഹം പറഞ്ഞു ഐദർ റിവൈവ് ഓർ റോട്ട്. वो तो या तो तुम जागृत हो जाओ या तो तुम सड़ जाओ, ഒന്നെങ്കിൽ ഉണർവാണോ അല്ലെങ്കിൽ നിങ്ങൾ ദ്രവിച്ചു പോകണോ. या तो तुम्हारे अंदर जागृति आ जाए या तो तुम सड़ के बर्बाद हो जाओ। ഏകദേശം അതാണ്. ऐसा ही कुछ है यहाँ। അതുകൊണ്ട് ഒരു കാര്യം കൂടെ നമ്മൾ ഉണർവിനെ കുറിച്ച് കേൾക്കണം. एक बात और जागृति के लिए हम सुने, ഉണർത്തപ്പെട്ടില്ലെങ്കിൽ अगर हम जागृत नहीं हुए, ദ്രവിച്ചു പോവുക തന്നെ ചെയ്യും. तुम सड़ जाओगे अपने आत्मिक जीवन തിരുവചനം में। അത് പഠിപ്പിക്കുന്നു. परमेश्वर वचन कहता है, ചരിത്രത്തിൽ ഇതൊരു യാഥാർത്ഥ്യമാണ്. ये इतिहास ने भी हमें सिखा दिया, ഉണർത്തപ്പെടേണ്ട സമയത്ത് ഉണർത്തപ്പെടാതെ പോയാൽ अगर जागृति के समय में जागृत न हुए, നാം ദ്രവിച്ചു പോകാൻ, ആത്മീകമായ ജീവിതത്തിലും ദ്രവിച്ചു പോകാൻ हम आत्मिक जीवन के अंदर सड़ाहट के साथ बर्बाद हो जाएंगे। കർത്താവ് ഇപ്രകാരമാണ് ഇവിടെ പറഞ്ഞത്, प्रभु ने तो यहाँ पर ऐसा कहा, ഞാൻ നിങ്ങളെ എൻ്റെ വായിൽ നിന്ന് ഊമണ്ണ് കളയും. मैं अपने मुंह से तुम्हें उगल दूंगा। ഞാൻ ഈ പ്രകാരം അതിനെ ഒന്ന് വ്യാഖ്യാനിക്കട്ടെ. मैं उसको इस प्रकार कहना ഐ चाहता വിൽ हूं, റിജക്റ്റ് യു. मैं तुम्हें तिरस्कृत कर दूंगा। ഒരല്പം നല്ല ഭാഷ, വോമിറ്റ് ചെയ്ത് കളയുമെന്നൊക്കെ പറയുന്നതിനേക്കാൾ കർത്താവ് പറയുന്നു ഐ വിൽ റിജക്റ്റ് യു. या उल्टी शब्द का उपयोग करने के बजाय कहता हूं ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കണേ. एक मिनट थोड़ा जो सोच करके देखिए, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് അതൊന്ന് ഇമാജിൻ ചെയ്യാൻ ഒക്കുമോ? आप अपने जीवन में इसकी जरा कल्पना करें। കർത്താവ് റിജക്റ്റ് ചെയ്യുക. प्रभु तिरस्कृत कर रहा है, യു കനോട്ട് ഇമാജിൻ ഇറ്റ്. हम कल्पना नहीं कर सकते। ദാവീദ് പറഞ്ഞ അപ്പനും അമ്മയും തള്ളിയാലും माँ और बाप भी मुझे छोड़ दें, दाऊद ने അതെന്നെ कहा, ഭാരപ്പെടുത്തുകയില്ല. वो मुझे संकट में नहीं നീ डालता। എന്നെ തള്ളിക്കളയത്തില്ല. प्रभु तू मुझे छोड़ना नहीं। ജസ്റ്റ് ഇമാജിൻ ഇഫ് ഗോഡ് റിജക്ട്സ് യു. प्रभु कल्पना करें, अगर प्रभु आपको छोड़ दे, ഇഫ് ഗോഡ് റിജക്ട്സ് യു, अगर प्रभु छोड़ दे, നോ ഹോപ്പ്. അനേക രാജ്യങ്ങൾ, അനേക സഭകൾ, कितने कलीसियां और देश, അനേക കുടുംബങ്ങൾ, कितने परिवार, അനേക വ്യക്തികൾ कितने व्यक्ति लोग ഈ കാലങ്ങളിൽ നാം കേൾക്കുന്നു. इस जमाने में हम सुनते അനേക हैं, ദൈവദാസന്മാർ प्रभु के दास लोग ദൈവത്താൽ തിരസ്കരിക്കപ്പെടുന്നു. प्रभु के द्वारा छोड़ दिए गए, तिरस्कृत कर दिए गए। റിജക്റ്റഡ് ബൈ ഗോഡ്. प्रभु ने इनको तिरस्कृत कर അവരുടെ दिया। നിത്യരക്ഷയെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. उनके अनंत जीवन के विषय में मैं न्याय ഈ नहीं दे रहा। ലോത്തിന്റെ ജീവിതം നോക്കിയാലേ, ലോത്തിന്റെ ജീവിതം लूत के जीवन को जरा देखिए, നീതിമാനായ ലോത്ത് എന്നൊക്കെ പറയുന്നു. धार्मिक था वो व्यक्ति। അതിനെക്കുറിച്ച് ഒരാൾ ഇപ്രകാരം പറഞ്ഞു, उसके बारे में एक व्यक्ति ने ऐसा ഹീസ് कहा, എ സേവ്ഡ് സോൾ വിത്ത് ലോസ്റ്റ് ലൈഫ്. वो एक उद्धार पाया व्यक्ति है लेकिन नष्ट हो गया। തമ്പുരാൻ തള്ളിക്കളഞ്ഞാൽ. प्रभु ने अगर छोड़ दिया, എൻ്റെ പപ്പായുടെ ഒരു ഭാഷയുണ്ടായിരുന്നു, मेरे पिताजी की एक भाषा थी, ദൈവം നിന്നെ എടുത്ത് ഷെൽഫേ വെക്കുമെന്ന്. प्रभु तुम्हें उठा करके एक अलमारा में रख देगा, ഉപയോഗപ്പെടുന്നതിന് പകരം आपके उपयोगी होने के he will बजाय put you on the shelf. आपको ऊपर अलमारा में रख देगा। ഹൃദയത്തിൽ പ്രാർത്ഥിക്കണേ, हृदय में प्रार्थना, തമ്പുരാനെ എൻ്റെ ആയുസ്സിൽ हे प्रभु मेरे जीवन में നിന്നാൽ തള്ളപ്പെടാൻ, आपके द्वारा तिरस्कृत, നിന്നാൽ ഉപേക്ഷിക്കപ്പെടാൻ, प्रभु तिरस्कृत ना നീ हो, വേണ്ട എന്ന് പറയാൻ, तू ना कर, എന്നെ മാറ്റിവെക്കാൻ प्रभु तू मुझे अलग ना करना, ഒരു നാളും അനുവദിക്കരുത്. कभी भी मेरे जीवन में ऐसा ना हो। വേദപുസ്തകത്തിൽ ഒരു സ്ഥലത്ത് परमेश्वर के वचन में एक മത്തായി जगह है, 24:1 मत्ती 24 में लिखा, യേശു ദൈവാലയം വിട്ടുപോയെന്ന് പറഞ്ഞു. ऐसा लिखा है कि यीशु देवालय को छोड़कर चला ജീസസ് गया। ലെഫ്റ്റ് ദ ടെമ്പിൾ. यीशु छोड़कर चला ആ गया, ആലയത്തിൽ കർത്താവ് മടങ്ങി വന്നില്ല. वो वहां पलट कर नहीं आया। ആലയത്തിന്റെ ഭാവി കർത്താവ് പറഞ്ഞേച്ചാ പോയത്, उसके भविष्य के बारे में कह करके ഞാൻ गया, പോകുന്നു. मैं जा रहा हूं। എന്നാൽ ഒരു കല്ലിന് വിശേഷിക്കത്തില്ല. एक पत्थर दूसरे पत्थर के ऊपर नहीं रहेगा। അക്ഷരാർത്ഥത്തിൽ ശരിയായി. और बिल्कुल वैसा ही हुआ। You know, when God lives,
जब प्रभु छोड़ दे, absolutely there is no security. वहां पे फिर सुरक्षा नहीं है. ഒരു കുടുംബത്തിനും ഒരു വ്യക്തിക്കും ഒരു സഭയ്ക്കും ഒരു സമൂഹത്തിനും ഇല്ല. एक व्यक्ति, एक कुटुंब, एक समाज या एक कलीसिया, कहीं भी सुरक्षा When नहीं. God leaves, our security is gone. ഭദ്രത जब പോയി. प्रभु छोड़ दे तो हमारी सुरक्षा समाप्त है. നമ്മുടെ ഭദ്രത തമ്പുരാനുണ്ടെന്നുള്ളതാ. हमारी सुरक्षा केवल प्रभु में है. സക്കറിയ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഇവിടെ പറഞ്ഞു, ജനമേ നിങ്ങളുടെ ചുറ്റും ഞാൻ തീ മതിലായിരിക്കും. हे जकरिया ने कहा, मैं तेरे चारों ओर एक अग्नि की ज्वाला के നിങ്ങൾക്ക് समान. മതിലില്ലാത്തതിൽ നിങ്ങൾ ഭാരപ്പെടണ്ട. तुम्हारे यहाँ दीवार नहीं है, चिंता मत I करो. will be a wall of fire around मैं you. अग्नि की दीवार के रूप में हूँ. But when God leaves, लेकिन जब प्रभु छोड़ दे, there is no security. सुरक्षा नहीं है. ദൈവം മാറിയ ശക്തിയുണ്ടോ? अगर प्रभु चले जाए तो शक्ति है. ശിംശോനോടൊന്ന് ചോദിച്ചു നോക്കണം. शिमशोन से पूछ करके देखिए. ദൈവത്തിന്റെ ആത്മാവ് അവനെ വിട്ടുപോയി जब കഴിഞ്ഞപ്പോൾ प्रभु की आत्मा ने उसको छोड़ दिया, he lost the power. उसकी शक्ति समाप्त हो गई. പിന്നെ അഭിനയിക്കാം, फिर आप अभिनय कर പിന്നെയും सकते हैं, ജീവിക്കാം കേട്ടോ, आप जी सकते हैं, പക്ഷേ ശക്തിയില്ല. लेकिन शक्ति रहित. God left him. प्रभु ने उसे छोड़ दिया. സന്തോഷമോ? आपका आनंद, തമ്പുരാൻ പോയെങ്കിൽ अगर प्रभु चला जाए, സന്തോഷവും പോകും. आपका आनंद नष्ट हो എൻ്റെ जाए. വിശ്വാസം, मैं यही विश्वास करता हूँ. കർത്താവ് ഇറങ്ങുന്ന സമയം മുതൽ സന്തോഷം പോകും. जब प्रभु चला जाए उस समय से आनंद नष्ट हो जाता है. അനേകരുടെ ജീവിതം ശ്രദ്ധിച്ചാൽ अनेकों लीग जीवन को देख എന്താ करके ഇല്ലാത്തെ? ऐसा क्यों हुआ? വേണ്ടുന്നതെല്ലാം ഉണ്ട്, जो कुछ चाहिए सब कुछ है, പക്ഷെ അകത്തൊരു സന്തോഷമില്ല. अंदर में आनंद नहीं. You know what happened? आपको मालूम है क्या The हुआ? Lord left you. प्रभु ने छोड़ दिया. ദൈവാനുഗ്രഹമോ? प्रभु का अनुग्रह. തമ്പുരാനുണ്ടെങ്കിലേ ഉള്ള അനുഗ്രഹം. अगर प्रभु है तो अनुग्रह है. വർധനവ് വരണമെങ്കിൽ अगर समृद्धि चाहिए, ദൈവം വരണം. प्रभु चाहिए. Without me you cannot do anything, Jesus. मेरे मुझसे अलग रहकर तुम कुछ नहीं कर Praise the Lord. Amen. അപ്പോൾ ഇതാണ് നമ്മുടെ കോൺസിക്വൻസ് എങ്കിൽ ये अगर हमारा परिणाम है, പ്രത്യാശയുണ്ടോ? आशा है क्या? ഇപ്രകാരം പറയുന്നു, वचन ये कहता है 19 വാക്യം നോക്കിക്കേ, उसके 19वें आयत में, എനിക്ക് പ്രിയമുള്ളവരെ ഒക്കെ. मैं जिनसे प्रेम करता हूँ. അപ്പോൾ ഈ ദൂതൊക്കെ കൊടുക്കുന്നതിന്റെ കാരണം എന്നാണെന്നറിയാവോ? ये सब कुछ सुनाने का कारण क्या है? ശിക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെയാ പറയുന്നത്. ये दंड के विषय में कह रहा है. എനിക്കിപ്പോഴും പ്രിയമുണ്ട്. मैं अभी भी प्रेम करता हूँ. He still loves you. अभी भी प्रेम करता है. അതുകൊണ്ടാണ് ഇത് എഴുതിയത്. इसीलिए तो ये അല്ലേ लिखा ഒന്നും പറയണ്ടല്ലോ, है. नहीं तो कुछ बोलते नहीं. ചെയ്യേണ്ടതങ്ങ് ചെയ്താൽ പോരെ. जो करना था कर देते. എന്നാൽ തനിക്ക് ഇപ്പോഴും പ്രിയമുണ്ട്. लेकिन अभी भी प्रेम करता The हूँ. loving Christ. ये प्रेमी मसीह, അതുകൊണ്ട് നമുക്ക് പ്രത്യാശയുണ്ട്. इसमें हमें आशा, അതുകൊണ്ട് എന്താ നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. हमें बहुत बड़ी आशा. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. प्रभु हमसे प्रेम कर रहा है. എന്താ കർത്താവിന് കൊടുക്കുന്ന മരുന്ന്? പ്രിസ്ക്രിപ്ഷൻ. उसका दाम क्या है? ഡോക്ടർ കൊടുക്കുന്ന പോലെ ഒരു പ്രിസ്ക്രിപ്ഷൻ. जैसा एक डॉक्टर एक चिट में लिख करके देते हैं रसीद. കർത്താവ് രണ്ട് കാര്യം പറഞ്ഞു. दो बातें. എന്നെ ഉള്ളിൽ പ്രവേശിക്കണം, मैं अंदर आना പ്രവേശിപ്പിക്കണം, है. मुझे अंदर आने दो. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയത് എന്നോട് ചോദിക്കണം. जो तुमको चाहिए मुझसे मांगना. നിങ്ങളെ ധനവാനാക്കുന്ന ആ സ്വർണം, ഊതിക്കഴിച്ച സ്വർണം എൻ്റെ കയ്യിലുണ്ട്. जो तुम्हारा धनवान, तुमको जिसने धनवान बनाया वो मेरे पास है. അത് നിങ്ങൾ ചോദിക്കണം. वो मुझसे मांगो. നിങ്ങൾക്ക് കാണേണ്ടതുപോലെ കാണാൻ, നിങ്ങൾക്ക് എഴുതുവാൻ കണ്ണിൽ ലേപം എൻ്റെ കയ്യിലുണ്ട്. നിങ്ങൾ ചോദിക്കണം. तुमको जैसा देखना चाहिए देखो, मैं मेरे पास तुम्हारे लिए अंजन है. നിങ്ങളുടെ നഗ്നത മാറ്റി നിങ്ങളെ മഹത്വം അണിയിക്കാനുള്ള വസ്ത്രം എൻ്റെ പക്കലുണ്ട്. तुम्हारे नग्नता को ढांपने के लिए महत्व But you must ask me. लेकिन मांगो. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്ന 17ാമത്തെ വാക്ക്. 17वें आयत में यही तो कहा. എന്നോട് ചോദിച്ചാൽ, अगर तुम मुझसे मांगो 18ാം വാക്യം, I will give it to you. मैं तुम्हें दूंगा. What is a prescription? आपका क्या है वहाँ? Let me in. मेरे को अंदर आने Let दो. me in. अंदर आने दो. ദൈവത്തിന് സ്തോത്രം. प्रभु की महिमा हो. ഈ നമ്മൾ കേട്ടിട്ടുള്ള വലിയൊരു വാക്യമാണ്. एक और बहुत बड़ा, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. देख मैं द्वार पर खड़ा खड़ा खटखटाता हूं. ദൈവസഭയുടെ പുറത്ത് നിന്ന് കർത്താവ് മുട്ടുക. कलीसिया के बाहर ആ खटखटा. കർത്താവിനെ ഞാനൊന്ന് വർണ്ണിച്ചോട്ടെ. इस प्रभु के बारे में मैं कहना ഈസ് എ चाहता हूं. പ്രസന്റ് സേവിയർ. ആ സമയത്ത് നമ്മുടെ ആ വാതിൽക്കൽ നിൽക്കുന്ന നമ്മുടെ രക്ഷകൻ. हमारा उद्धारकर्ता जो हमारे नियत समय पर खटखटा रहा है. ഇംഗ്ലീഷ് ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ബിഹോൾഡ് ഐ സ്റ്റാൻഡ് എന്നാകട്ടോ. वहां पर अंग्रेजी में तो ऐसा लगे देखो मैं खड़ा हूं. എന്നാൽ ക്ഷമയോടെ ഞാൻ കാത്തിരിക്കുന്നെന്നാ പറഞ്ഞേ. इसका मतलब है मैं बड़े ही सहनशीलता के साथ खड़ा हूं. വാസ്തവത്തിൽ നമ്മുടെയൊക്കെ ജീവിതം ഇത്ര വർഷമായിട്ട് കർത്താവ് ചിലപ്പോൾ കാത്തിരിക്കുകയായിരിക്കും, ഇല്ലേ? कितने वर्षों से प्रभु हमारे द्वार पर വെയിറ്റിംഗ് खड़ा ആൻഡ് है. പേഷ്യന്റ്ലി വെയിറ്റിംഗ് സേവിയർ. बड़े धैर्य के साथ उद्धारकर्ता दिल के द्वार पर है. അത് മാത്രമല്ല, മടുത്തു പോകാത്ത കർത്താവല്ലേ. वो
थकता भी नहीं है इसमें, പല രീതിയിൽ വാതിലിനെ മുട്ടും. कई प्रकार से खटखटाता है। ഒന്ന് ഒരു പ്രാവശ്യം മുട്ടും, അല്ലെ 2 പ്രാവശ്യം കോളിംഗ് ബെല്ല്. एक बार कॉलिंग बेल डाला, जब घंटी बजाई, 2 बार, പിന്നെ നടന്നു പോകില്ലേ. फिर चले जाते हैं। എത്ര നാളായി കോളിംഗ് ബെല്ല് ഞെക്കുന്നു. कितने बार ये घंटी बज चुकी है। 2022 ഗസ്റ്റ് വീക്കിലും ഞെക്കി. 2022 के वीक में फिर से घंटी बज ലോർഡ് चुकी है। കണ്ടിന്യൂ ടു നോ. वो लगातार खटखटा रहा है। എന്ത് പെർസ്യൂ ചെയ്യുന്ന ഒരു കർത്താവ് അല്ലേ. कितना धैर्यशाली है मेरा उद्धार करता। നമ്മുടെ പുറകെ വരുന്ന വേട്ടനായി, हमारे पीछे आने वाले वो शिकारी कुत्ते, നമ്മുടെ ജീവിതത്തിന്റെ പുറകെ ഓടി വരുന്ന നല്ല കർത്താവ്. हमारे पीछे दौड़ करके आने वाला वो उद्धार करता। അത് മാത്രമല്ല, അവിടെ നിന്നുകൊണ്ട് അധികാരമൊന്നും ഉപയോഗിക്കുകയല്ല. ഈസ് പ്ലീഡിങ്, അവൻ അപേക്ഷിക്കുക. वहां पर खड़े वो अधिकार नहीं दिखाता, वो विनती कर रहा। ഇന്ന് ആ अപേക്ഷ ഒന്ന് കേട്ടു പോണേ. आज इस विनती को सुन करके जाना। ആരെങ്കിലും कोई भी, ആരെങ്കിലും कोई भी, ആരെങ്കിലും कोई भी, ഇഫ് എനിവൺ, आप में से कोई भी, ക്വാളിഫിക്കേഷൻ ഒന്നും പറഞ്ഞില്ല. बाकी और कुछ नहीं कहा गया। ഇഫ് എനിവൺ. कोई भी। യേശുവിന്റെ ശബ്ദം കേൾക്കാമോ? यीशु का शब्द आप सुन सकते हैं। ഈ ഹോളിലേക്ക് നോക്കി. इस हॉल में देखकर He wants to revive you. वो आपको जागृत करना He चाहता है। says if anyone. आप में से कोई भी। കർത്താവിൻ്റെ മക്കള് ചിലപ്പോഴും ഈ ദൈവരാജ്യ ശുശ്രൂഷകർക്ക് ഈ ഓൾട്ടർ കോൾ കൊടുക്കുന്ന ഈ നിങ്ങളവർക്ക് വളരെ ഈസിയാണ് കേട്ടോ. ऑल्टर कॉल देना बड़ा सा आसान सा लगता है। कई बार आप भी ऐसा सोचते हैं। ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. वास्तव में बड़ा कठिन है। ചിലപ്പോഴൊക്കെ പല പ്രാവശ്യം ആരെങ്കിലും ഉണ്ടോ, कई बार हम सोचते हैं क्या कोई है, ആരെങ്കിലും ഉണ്ടോ. क्या कोई है। ഞാനൊക്കെ ആണെങ്കിൽ ഒരു 3-4 പ്രാവശ്യം പറയുമ്പം നീ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയും. 3-4 बार मैं कहने के बाद कहता हूँ आइए हम प्रार्थना करें। എന്നാൽ കർത്താവ് लेकिन प्रभु എത്ര നാളായി. कितने दिन हो गए। आमीन। ഇഫ് എനിവൺ. क्या कोई है। ആ വ്യക്തി കേൾക്കണം. आज वो व्यक्ति इस आवाज को ആ सुन ले, വ്യക്തി പ്രതികരിക്കണം. वो प्रत्युत्तर दे। ഇഫ് എനിവൺ. क्या कोई है। വലിയ പ്രോമിസോടുകൂടെ നല്ലൊരു പാക്കറ്റുമായിട്ടാണ് കർത്താവ് ഫ്രണ്ട് നിൽക്കുന്നത്. एक वायदे के एक बोझ के साथ प्रभु खड़ा The है। person at the door is there with a great packet. वो एक द्वार पर खड़ा व्यक्ति जो है एक बड़े एक पैकेट के साथ खड़ा है। The gift of the promises. उसके पास वायदों का भंडार। എന്താ വാഗ്ദത്തം? वायदा क्या है। I will come. मैं आऊंगा। I will come in. मैं अंदर I आऊंगा। will come in. मैं अंदर आऊंगा। കർത്താവേ ആകാൻ ശരിയല്ല. अंदर शुद्ध नहीं है। Don't worry. आप चिंता मत I करो। will come. फिर भी मैं आऊंगा। I will come in. मैं अंदर आऊंगा। ഏതെല്ലാം പശ്ചാത്തലത്തിലായാലും तुम्हारी परिस्थिति യേശു കർത്താവ് പറയുന്നു I will come in. चाहे कैसी भी हो मैं अंदर आऊंगा। പ്രോമിസ് കർത്താവ് പറഞ്ഞു ഞാൻ നിന്നോടുകൂടെ അത്താഴം वो कहता है कि मैं तेरे साथ भोजन करूंगा। എന്ന് പറഞ്ഞാൽ വിസിറ്റ് ചെയ്യാൻ വരികയല്ലെന്ന്. मतलब यह है कि केवल आमंत्रित നമ്മൾ नहीं। പലപ്പോഴും പറയും കണ്ടേച്ച് പോകാൻ വന്നാന്നല്ലേ. हम कई बार कहते हैं ना मैं देख करके चला जाऊंगा। കണ്ടേച്ച് പോകാൻ വരികയല്ല, वो केवल देखने के लिए नहीं आ रहा, കൂടെ പാർക്കാൻ വരിക. साथ में बसने के लिए आ रहा है। റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്, आपके संपूर्ण ജീവിതത്തിന്റെ ശിഷ്ടായുസ്സിന് മുഴുവൻ बाकी जीवन भर में He तुम्हारे wants to revive you साथ आपको जागृत and to करना be चाहता with you. है। आपके साथ में रहना Praise चाहता the है। Lord. हालेलुया। അപ്പോൾ കർത്താവ് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. हमारा प्रभु हमारे मध्य में है। അവൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്. उसके हाथ में क्या क्या है। നിന്നെ സമ്പന്നനാക്കാനുള്ളതെല്ലാം കർത്താവിൻ്റെ പക്കലുണ്ട്. आपको समृद्ध करने की सारी बातें उसके पास। 18-ാം വാക്യം 18वीं आयत, ഊതിക്കഴിഞ്ഞ ഒഴിച്ച പൊന്ന്, एक आग में शुद्ध किए हुए सोने के समान, refined gold. एक शुद्ध खरा In other सोना। words, he is saying, I have everything that will make you spiritually rich. मेरे पास वो सब कुछ है जो तुमको आत्मिक रूप से धनी कर सकता है। ഒരുപാട് പോരായ്മയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. हमने समझ लिया कि बहुत ആ कमियां हैं। പോരായ്മ മുഴുവൻ പരിഹരിക്കാൻ आमीन। वो सारी कमियों को दूर करने वाला The Lord is here. प्रभु हमारे बीच में है। ദൈവത്തിന് സ്തോത്രം. प्रभु की महिमा हो। അതുകൊണ്ട് there is no need for spiritual poverty. नहीं तो हमें आत्मिक दरिद्रता की आवश्यकता नहीं। ബലഹീനനാണെന്ന് നമ്മൾ സമ്മതിക്കുന്നത് ഒരു ഹ്യൂമിലിറ്റി നല്ല കാര്യമാണ് കേട്ടോ. एक कमजोरी, अपनी कमजोरी को मानना नम्रता की निशानी है। പക്ഷേ ബലഹീനനായി ജീവിച്ച് അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ല. लेकिन अपने कमजोरी को इसी प्रकार जिंदगी भर जीने की जरूरत भी नहीं। The Lord can make you strong. प्रभु आपको शक्ति प्रदान कर അവൻ सकता है। അകത്തേക്ക് കയറണം. वो अंदर आ गया। അവൻ്റെ കൈ വസ്ത്രം ഉണ്ടെന്നാ പറഞ്ഞ്. उसके हाथों में वस्त्र भी हैं। നിന്റെ ലജ്ജ വെളിവാകാതെ വണ്ണം. तुम्हारी लज्जा
प्रकट ना हो, അതൊരു വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. बड़े स्पष्ट रूप എന്റെ से कहा, ജീവിതത്തിലുള്ള സകല ലജ്ജയും മറയ്ക്കത്തക്കവണ്ണം मेरी नग्नता जो लज्जा के रूप में प्रकट ना हो, നിനക്ക് ധരിപ്പാൻ तुमको धारण करने के लिए വെള്ളയുടുപ്പ് എൻ്റെ പക്കലുണ്ട്. सफेद वस्त्र मेरे पास है. പ്രൈസ് ദി ലോർഡ്. हालेलुया. ഹല്ലേലൂയ. ആമേൻ. ഇനിയും നമ്മൾ ചിലയിടത്തൊക്കെ കയറി ചെല്ലാൻ മടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. अब कहीं पर आपको ലജ്ജിക്കേണ്ട ആവശ്യമില്ല. आपको शर्म करने की जरूरत नहीं है, കർത്താവിന് നമ്മെ ധരിപ്പിക്കാൻ കഴിയും. क्योंकि परमेश्वर हमें पहना सकता है. സക്കറിയ പ്രവചനം 3-ാം അധ്യായം. जकरिया 3 में ऐसा लिखा है. അവിടെ നിൽക്കുന്നതായ മഹാപുരോഹിതനായ യോശുവ, वहां महापुरोहित यहोशू से അവന്റെ മുഷിഞ്ഞ വസ്ത്രം കണ്ട് സാത്താൻ എന്തെല്ലാം അപവാദം പറഞ്ഞു. उसके खराब कपड़ों को देख करके शैतान ने क्या क्या ना ദൈവം कहा. ദൂതനോട് പറഞ്ഞു, प्रभु ने दूत से कहा, നീ അവനെ ഉത്സവ വസ്ത്രം तू ധരിപ്പിക്കും. उसको एक त्योहार का वस्त्र ഉത്സവ पहना, വസ്ത്രം. उत्साह का वस्त्र पहना दे. അവന് കുറ്റം പറയാനില്ലെന്ന് മാത്രമല്ല, न केवल अब वो दोष दे सकता है, കുറ്റം പറയാൻ വന്നവനെ അതിശയിപ്പിക്കുന്ന ഉത്സവ വസ്ത്രം. और ऐसा वस्त्र है जो दोष देने वाले को That's भी what God can चमत्कार. give you. और प्रभु आज वो भी कर सकता ഞാനൊരു വാചകം അതിനോട് ചേർത്ത് പറയട്ടെ. है. मैं एक और शब्द जोड़ करके ഒരിക്കൽ ലജ്ജിച്ച സ്ഥലത്ത് एक समय था जहां आप लज्जित हुए थे, നമ്മെ മാനിക്കപ്പെടത്തക്കവണ്ണം നമ്മെ വസ്ത്രം ധരിപ്പിക്കാൻ കർത്താവിന് കഴിയും. वहीं पर आपका आदर देने लायक आपको प्रभु बना सकता He है. can give you his righteousness. प्रभु अपनी धार्मिकता दे सकता है. He can give you his glory. परमेश्वर अपनी महिमा प्रदान करे. He can give you his beauty. प्रभु अपनी खूबसूरती आपको दे सकता അവസാനം പറഞ്ഞ ഒന്നുകൂടെ ഞാൻ പറയട്ടെ. है. मैं फिर से आपको कहना चाहता हूँ, എൻ്റെ കർത്താവിൻ്റെ സൗന്ദര്യം നിന്നെ ധരിപ്പിച്ച് परमेश्वर प्रभु अपनी मनोहरता आपको दे सकता നിന്റെ है. ലജ്ജ മറയ്ക്കത്തക്കവണ്ണം നിന്നെ അലങ്കരിക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവ്. आप तुम्हारी लज्जा को ढांप करके तुम्हें खूबसूरत Praise वस्त्र the धारण Lord. करवा सकता है. ശിഷ്ടായുസ് ജീവിക്കേണ്ടതുപോലെ ജീവിക്കാൻ, बाकी जीवन किस प्रकार കാണേണ്ടതുപോലെ കാണാൻ, जीवन? जैसा देखना है. നിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന കണ്ണിന് ലേപവും എൻ്റെ പക്കലുണ്ട്. तुम्हारी आंखों को प्रकाश देने वाला अंजन भी मेरे पास है. ഇനി അറിയായ്മയിലേക്ക് പോകാതിരിപ്പാൻ, अगर अब इस पीछे पलट करके न ഇനിയും जाना, നീ തിരിച്ചറിവില്ലാതെ ജീവിക്കാതിരിപ്പാൻ, इस प्रकार ना समझी में मत जीना. നിന്റെ കണ്ണിന് ഉപയോഗപ്രദമായ ഐസാൽവേ എൻ്റെ പക്കലുണ്ട്. मेरे पास वो सुरमा या अंजन अभी भी है. Wonderful, isn't it? कितना अद्भुत है ना. That Savior is just at your door. वो उद्धारकर्ता आपके समीप है. ഒരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു, एक और बात कहना चाहता ജയിക്കുന്നവന് हूं, जो जय पाए, എന്ന് പറഞ്ഞാൽ ജയിപ്പിക്കുന്നവൻ നിൽക്കുന്നെന്ന്. मतलब जो जय देने वाला जब खड़ा है, നിന്നെ ജയിപ്പിക്കാൻ, वो जय देने I वाला, can make you a victor. मैं तुमको And I have जयवंत plan. करूंगा. എനിക്ക് പ്ലാൻ ഉണ്ട് കേട്ടോ, मेरे पास योजना है, നിന്നെ സിംഹാസനത്തിൽ ഇരുത്താൻ. तुम्हें सिंहासन पर बैठा सकता That हूं. is my plan. ये मेरी योजना है. The Lord is here. प्रभु हमारे बीच में है. ഒറ്റ കാര്യമുള്ളൂ. एक ही बात है. ഇന്നലെ നാം കേട്ടതുപോലെ कल जैसा हमने सुना, കർത്താവ് വാതിൽക്കൽ നിൽക്കുന്നു. प्रभु द्वार पर है. ഇടിച്ചു തുറക്കാനൊക്കെ ഉള്ള ശക്തിയൊക്കെ ഉണ്ട്. वो धक्का देकर खोलने की शक्ति तो പക്ഷെ ആരോ उसमें ഒരാൾ है. പറഞ്ഞു, ജീസസ് ഇസ് എ വണ്ടർഫുൾ ജെന്റിൽമാൻ. और कितना एक शांत और सौम्य व्यक्ति ഒരിക്കലും है. ഇടിച്ചു കയറത്തില്ല. वो कभी भी धक्का देकर अंदर नहीं നാം आता. അകത്തുനിന്ന് തുറക്കണം, अंदर से हम खोलें, ഒന്ന് തുറന്നു കൊടുക്കണം. हम खोल के दें. തുറന്നാൽ अगर खोलेंगे, തൻ്റെ മഹത്വത്തോടെ എഴുന്നള്ളൂ. अपनी महिमा के साथ തൻ്റെ वो प्रवेश करेगा. മഹത്വത്തോടെ എഴുന്നള്ളൂ. अपनी महिमा के साथ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ സ്വർഗം വേറെ ആയിരിക്കുമെന്ന്? क्या आप सोचते हैं कि स्वर्ग कहीं और है? കർത്താവ് കയറുന്നിടത്താ സ്വർഗം. जहां प्रभु प्रवेश करे वो വേർ स्वर्ग ഹി है. എൻറ്റേഴ്സ് ഈസ് ഹെവൻ. जहां कहीं वो प्रवेश करे वो അപ്പോൾ स्वर्ग. കർത്താവ് പറയുന്ന ഉണർവ് എന്താണെന്നറിയാവോ? आपको मालूम है जागृति क्या है? യു ക്യാൻ ക്യാരി ഹെവൻ ഇൻ യുവർ ഹാർട്ട്. आप अपने हृदय में स्वर्ग को लेकर के ढो सकते हैं. യേശു നമ്മുടെ നടുവിൽ വന്നിട്ട്, वो हमारे बीच में है. കർത്താവേ, हे प्रभु, ദൈവവചനമൊക്കെ ധാരാളം കേട്ടു, वचन तो हमने बहुत सुना. ഇന്ന് സമർപ്പിക്കുന്നു. आज हम समर्पित कर रहे हैं. വാസ്തവത്തിൽ സമർപ്പിക്കുന്നു. सच्चाई से നിന്റെ समर्पित കയ്യിലേക്ക് कर- ഏൽപ്പിക്കുന്നു. अपने हाथों को दे. Praise the Lord. हालेलुया. Hallelujah. आमीन. Hallelujah. Hallelujah. ഗുരു വന്നിട്ടുണ്ട് വിളിക്കുന്നു. हमारा गुरु हमारे बीच में है. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. हालेलुया. എൻ പ്രിയനെ യേശുവേ, യേശുവേ രക്ഷക, നിൻകരം നിൻ കരം എൻ്റെ മേൽ വയ്ക്കുക, हे प्रभु, अपने हाथ को मेरे ऊपर ला दे. എന്നെ ശുദ്ധീകരിക്കുക. मुझे शुद्ध कर दे. ഓ കർത്താവേ, हे मेरे प्रभु, എന്നിൽ അഗ്നി കത്തട്ടെ, मेरे अंदर में वो अग्नि जलने എന്നെ पाए. ശുദ്ധീകരിക്കണമേ. मुझे शुद्ध कर दे. Praise the Lord. प्रभु आशीष. Hallelujah. हालेलुया. Hallelujah. ആമേൻ.
കർത്താവ് എൻ്റെ ശീതോഷ്ണാവസ്ഥ മാറ്റണം. हे प्रभु मेरे उस गुनगुनेपन को, ഐ ഡോണ്ട് വാണ്ട് ടു ബി ലൂക്ക് വാം. मैं ऐसा नहीं रहना चाहता. തീഷ്ണതയുള്ള ക്രിസ്തീയ ജീവിതം मैं तीव्र इच्छा वाला व्यक्ति बनना चाहता हूँ. ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. मैं एक ऐसा मसीही बनना चाहता हूँ. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട പാക്കറ്റുമായി प्रभु जी एक നമ്മുടെ अनुग्रह ജീവിതത്തിന്റെ വാതിൽക്കൽ एक बक्से के साथ हमारे തുറന്നു सामने കൊടുത്താൽ अगर खोल के दें അവൻ എഴുന്നള്ളും. वो अंदर आएगा. പ്രൈസ് ദി ലോർഡ്. आमीन. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. प्रभु तेरे धन्यवाद. ഹല്ലേലൂയ. പ്രിയനേ യേശുവേ രക്ഷകാ എൻ പ്രിയനേ യേശുവേ രക്ഷകാ നിൻകരമൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യണ്ടേ. നിൻകരമൻ മേൽ വയ്ക്കാം, ശുദ്ധി ചെയ്യണ്ടേ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എൻ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ദൈവത്തിന്റെ വചനം വളരെ സ്പഷ്ടമായിട്ട് നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഇവിടെ മാത്രം ഇരിക്കുന്നവരല്ല ഈ വചനം കേൾക്കുന്നത്. मैं जानता हूं मेरे सामने कई डिवाइसेस खुले हुए हैं आज. आप अपने घर के अंदर इस ठंड के मौसम में अपने बिस्तर पर हो सकते हैं. हो सकता है आप अपने वरांदे में बैठ करके वचन को सुन रहे हैं. आज प्रभु की आत्मा ने आपसे बातचीत की है. प्रभु का तीव्र आग्रह यही है, आपका व्यक्तिगत जीवन, आपका पारिवारिक जीवन, आपकी कलीसिया का जीवन एक संपूर्ण रूप से बदल जाए. हम आपसे यही विनती करते हैं, आप जहां कहीं भी बैठे हुए हैं, हो सकता है आप अपने घर के अंदर हो सकता है वरांदे में बैठे हों, अपने परिवार के साथ कलीसिया के साथ बैठे हैं, या हो सकता है शर्म से आप अकेले बैठे हों. परमेश्वर की आत्मा ने आपसे बातचीत की है. आंसुओं के साथ अगर दरवाजा खोलने के लिए तैयार हैं, हमारा प्रभु खटखटा रहा है आपके द्वार पर भी. अपने सिरों को झुका के हम प्रार्थना करेंगे. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ, हे पवित्र और नित्य स्वर्गीय पिता, ഈ നാലാമത്തെ ദിവസത്തിൻ്റെ പ്രഭാതത്തിലേക്ക് കർത്താവേ ഞങ്ങളെ കൊണ്ടുവന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. इस चौथे दिन की सुबह में आपने हमें पहुंचाया, धन्यवाद. കർത്താവേ, ഇവിടെ അവിചാരിതമായിട്ട് വന്നവരല്ല ഞങ്ങൾ. प्रभु हम जानते हैं कि हम अचानक यहाँ नहीं आए, എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരേക കുറവുകളുണ്ട്. അത് പരിഹരിക്കുന്നതിനായിട്ട് ഒരു പ്രാവശ്യം കൂടെ അവിടുന്ന് അവസരം തന്നതിനായിട്ട് സ്തോത്രം. हम जानते हैं प्रभु जी एक बार और अपनी कमियों को पहचानने, उसको सुधारने का अवसर दिया, उसके लिए धन्यवाद. കർത്താവേ, ഞങ്ങൾ കുറവുകളുള്ളവരാകുന്നു. हम कमजोर हैं प्रभु, അവർ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. हमें तू क्षमा कर खुदा. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ സേവകരാണെന്ന് പറഞ്ഞ്
എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള ചിന്തയോടുകൂടെ ഇവിടെ വരുന്നു കർത്താവെ. हम कहते तो हैं कि आपके सेवक है, लेकिन क्या क्या हम कर रहे हैं? പരിശുദ്ധനായ ദൈവമേ, അവിടുത്തെ മുൻപിൽ നിൽക്കുന്നതിന് യാതൊരു യോഗ്യതയുമില്ല ഞങ്ങൾക്ക്. पवित्र पिता, आपके सामने खड़े होने की योग्यता हमें नहीं है. കർത്താവെ, ഞങ്ങളുടെ പാപങ്ങൾ അത്രമാത്രമായിരിക്കുന്നു. हमारे पाप कितने भी हैं प्रभु. ഞങ്ങളുടെ ചിന്തകൾ, വിചാരങ്ങൾ, ഞങ്ങളുടെ ഹൃദയ പാപങ്ങൾ കർത്താവെ അവിടുത്തെ കണ്ണിന് മറഞ്ഞിരിക്കുന്നില്ലല്ലോ. प्रभु जी, हमारे चिंता, हमारे विचार आपसे छुपे नहीं है प्रभु. കർത്താവെ, ഞങ്ങളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. हे प्रभु, तू हमें शुद्ध कर. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലെ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവെ. हे प्रभु, अपने जीवन में हम असफल हो चुके हैं. അവിടുന്ന് പലതവണ ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ വാതിലുകൾ തുറന്നു. എന്നാൽ പലപ്പോഴും ഞങ്ങളുടെ വാതിലുകൾ കർത്താവെ അശുദ്ധി മൂലം അടയ്ക്കപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവെ. प्रभु जी, कई बार हमने आपको प्रवेश तक करवाया था, लेकिन फिर भी अशुद्धता भर गई, आपको बाहर कर दिया. ദേവാലയത്തിലെ മ്ലേച്ഛത കണ്ട് ദേവാലയം വിട്ടിറങ്ങിപ്പോയതുപോലെ കർത്താവെ അവിടുന്ന് ഇറങ്ങിപ്പോയി വീണ്ടും ഞങ്ങളെ വിളിക്കുന്നതിന് ഒരു അവസരം തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. देवालय की अशुद्धता को देखकर को देवालय को छोड़कर चला गया. यस, ചതഞ്ഞോടെ ഒടിച്ചു കളയാത്തവനായ ദൈവമേ, कुचले हुए उस डंडे को तोड़ता नहीं है. ഞങ്ങളോട് കരുണ തോന്നണമേ. हम पर दया कर. ഞങ്ങൾ അവിടുത്തെ പാതയിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. हम आपसे भटक गए प्रभु. കർത്താവെ, ഞങ്ങൾ കേൾപ്പിച്ചല്ലോ അവിടുന്ന് സ്നേഹിക്കുന്നവനെ അവർ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നുവെന്ന്. जो अगर वो प्रेम करता है वो डांटता भी है, ताड़ना भी देता है. ഫലം കായ്ക്കാത്ത കൊമ്പുകളെല്ലാം അവിടുന്ന് വെട്ടിക്കളയുന്നു. എന്നാൽ ഫലം കായ്ക്കുന്നതിനെ അവിടുന്ന് ചെത്തിക്കളയുന്നത് കൂടുതൽ ഫലം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാകുന്നുവല്ലോ. जो फल नहीं देती उन डालियों को काटते तो हैं, लेकिन जो देती हैं उनको छांटते भी हैं. കർത്താവെ, ആത്മീയമായിട്ടുള്ള ഒരു ദാരിദ്ര്യം ഞങ്ങളിൽ ഉണ്ടാകുന്നതിനായിട്ട് ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. हे प्रभु, हम प्रार्थना करते हैं कि आत्मिक निर्धनता हमारे अंदर ना हो. ഇന്ന് ലോകത്തിലെ കർത്താവെ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള മ്ലേച്ഛതകളും ദുർമാർഗങ്ങളും ദുഷ്പ്രവൃത്തികളും കാണുമ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നുവെന്ന് ഞങ്ങൾ ചോദിക്കുന്നു. कई बार हमें पूछते हैं हमारे चारों ओर ऐसा क्यों हो रहा है. കർത്താവെ, ഞങ്ങൾ സമ്മതിക്കുന്നു ഞങ്ങളുടെ കുറവുകൾ കൊണ്ടും ഞങ്ങളുടെ പ്രാർത്ഥനയുടെ കുറവും ഞങ്ങളുടെ കുറ്റങ്ങളും കൊണ്ടാകുന്നു. കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നണമേ. हे प्रभु, हम जानते हैं हमारी प्रार्थना की कमजोरी के कारण भी ऐसा हो रहा है. അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. क्रूस के बहे हुए उस रक्त से मुझे पवित्र कर. ഞങ്ങൾ അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. अपने आप को तेरे हाथों में समर्पित करता हूं. കർത്താവെ, അവിടുന്നില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കുന്നതിന് സാധിക്കത്തില്ല. आपके बिना हम जी नहीं सकते. ഞങ്ങളുടെ ചെയ്യുന്ന എന്ത് നല്ല പ്രവൃത്തികളാണെന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ട് ചെയ്യുന്നതൊന്നും കർത്താവെ അവിടുത്തെ തിരുമുൻപിൽ അത് പ്രയോജനമില്ലാത്തതായി തീരുമല്ലോ. आपकी इच्छा के बिना हम कुछ भी करें सब कुछ बेकार रहेगा. കർത്താവെ, അവിടുത്തെ വരമെങ്കിലും ഞങ്ങൾ രചിതരായി പോകുന്നതിനായിട്ട് അവിടുന്ന് ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. आपके दोबारा आगमन पर प्रभु जी हम लज्जित न हों. കർത്താവെ, അവിടുത്തെ തൃക്കരങ്ങളിൽ ഞങ്ങളെ സ്വീകരിക്കണമേ. अपने हाथों में प्रभु जी हमें स्वीकार कर. ഞങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു കർത്താവെ. अपने आप को तेरे हाथों में देते हैं. ഞങ്ങളുടെ കുറ്റങ്ങൾ, കുറവുകൾ കർത്താവെ വീണ്ടും കർത്താവെ അവിടുത്തെ ആശ്രയമില്ലാതെ ഞങ്ങൾക്കത് കഴുകിക്കളയുന്നതിനായിട്ട് സാധിക്കുകയില്ല. प्रभु जी, आपके हाथ से रखे बिना ये सब कुछ शुद्ध नहीं होगा. ഞങ്ങളോട് ദയ തോന്നി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. हम पर दया कर, आपने हमें यहाँ पहुँचाया, धन्यवाद. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾക്ക് നാളെ ഒരു അവസരം, അടുത്തൊരു നിമിഷം ഞങ്ങൾക്ക് കിട്ടുമോ എന്നറിയത്തില്ല. അതിനാൽ ഞങ്ങളെ തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതിനായിട്ട് അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. कल हमारा दिन होगा या नहीं होगा हमें नहीं मालूम. आज इसी वक्त हम अपने आप को समर्पित करते हैं. കർത്താവെ, വീണ്ടും ഞങ്ങളെ ഒന്നുകൂടെ സമർപ്പിക്കുന്നതിനും കർത്താവെ സാത്താന്റെ പരീക്ഷകളിൽ നിന്ന് ഞങ്ങൾക്ക് തനിയെ രക്ഷപ്പെടുന്നതിന് കഴിയില്ല എങ്കിലും അവിടുത്തെ കൃപയാൽ ഞങ്ങൾക്ക് സാധ്യമാക്കി തരണമേ. प्रभु जी, शैतान की परीक्षाओं से बचना नामुमकिन है, लेकिन इसलिए आप हमारी मदद करें. കർത്താവെ, ഞങ്ങളുടെ ദുഷ്ടത മൂലമുള്ള ഞങ്ങളുടെ നഗ്നത മറയ്ക്കുന്നതിനായിട്ട് അവിടുത്തെ വിശേഷ വസ്ത്രത്താൽ ഞങ്ങളെ ഉടുപ്പിക്കണമെന്ന് प्रभु जी, പ്രാർത്ഥിക്കുന്നു. अपने श्वेत वस्त्र से हमें धारण करने के लिए दे. प्रभु जी, हमारी नग्नता छिपा दे. കർത്താവെ, പ്രിയദാസനിൽ കൂടെ കർത്താവെയുള്ള വചനം ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുന്ന് കുത്തുകൊണ്ടതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. प्रभु जी, आपके दास के वचनों ने हमें हमारे हृदयों को छेद दिया है खुदावन. കർത്താവെ, ഞങ്ങൾ വീണ്ടും തിരിയുന്നില്ല എങ്കിൽ, ഞങ്ങൾ വീണ്ടും റിപ്പൻറ്റ് ചെയ്യുന്നില്ല എങ്കിൽ നശിച്ചു പോകുന്നുവെന്ന് ഞങ്ങൾ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം हम ചെയ്യുന്നു. जानते हैं कि अब भी समय है, पलट करके नहीं आए तो हम नाश हो सकते हैं. കർത്താവെ, ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ജനങ്ങൾ നശിക്കുന്നതിന് കാരണക്കാരൻ ഞങ്ങളാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. हम जानते हैं कि चारों ओर नष्ट होने वाले लोग हमारी प्रार्थना की ഞങ്ങളോട് कमजोरी के കരുണ कारण തോന്നണമേ. हम पर दया कर. അപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന, ഞങ്ങളുടെ അപേക്ഷകൾ കേൾക്കുന്നതിനായിട്ട് സ്തോത്രം हमारी ചെയ്യുന്നു. प्रार्थनाओं को सुनने के लिए धन्यवाद. ഞങ്ങളെ തന്നെ വീണ്ടും കർത്താവെ സമർപ്പിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതിനായിട്ട് അവിടുന്ന് ഇടയാക്കണമെന്ന് एक नए പ്രാർത്ഥിക്കുന്നു. जीवन के लिए हम समर्पित करते हैं प्रभु जी. സകലതും യേശുവിന്റെ നാമത്തിൽ തന്നെ सब ആമേൻ. कुछ यीशु के नाम से मांगते हैं. आमीन.